വിമലാംബികേ നിൻ ഹൃദയം എല്ലാവരും അലിവിന്റെ അലയാഴിയാകും. വിമലാംബികേ നിൻ ഹൃദയം അഗതികളാം മക്കൾക്കെന്നും ആ തിരുസന്നിധി അഭയം. അഗതികളാം മക്കൾക്കെന്നും ആ തിരുസന്നിധി അഭയം. കനിവിന്റെ നിറവാർന്നു കനിവിന്റെ നിറവാർന്നൊരമ്മേ നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യ കടലാകുമമ്മേ നിനക്കായിരം സ്തോത്രഗീതം. എളിമയോടണയുന്നു സവിധേ ഞങ്ങളെ നൽകുന്നു സദയം. എല്ലാവരും എളിമയോടണയുന്നു സവിധേ ഞങ്ങളെ നൽകുന്നു സദയം. യേശുവിൻ അംബികേ അമലേ തിരുകൈകളാൽ തഴുകൂ. യേശുവിൻ അംബികേ അമലേ ആ തിരുകൈകളാൽ തഴുകൂ. കൈകൾ വീശി ആവേ 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 മരിയ ആവേ 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 മരിയ. ശ്രമേത് പാടാം. ആവേ 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 മരിയ ആവേ 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 മരിയ. ആവർത്തിച്ച് പാടാം. ആവേ 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 മരിയ ആവേ 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 മരിയ. Praise the Lord. Praise the Lord. ഇരിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ കൃപാഭിഷേക ആരാധനയിലേക്ക് കൃപാഭിഷേകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ ശക്തി ഈ ദിവസങ്ങളിൽ നമ്മളിലേക്ക് ആവശ്യിക്കുന്ന രീതിയിലാണ് ധ്യാനത്തിൻ്റെ പരിക്രമങ്ങൾ ക്രമീകരിക്കപ്പെട്ടത്. അച്ഛൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചിരുന്ന, അതായത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഒന്ന് ബ്ലെസ്സിങ്സ്, രണ്ടാമത്തത് ഗ്രേസ്. ഒന്ന് അനുഗ്രഹങ്ങൾ, രണ്ടാമത്തത് കൃപ. ഈ ധ്യാനത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾക്ക് മനസ്സിലാകും ബ്ലെസ്സിങ്സ് ഗ്രേസും ഒന്നല്ല. ഒരുപക്ഷെ നമ്മൾ വർഷങ്ങളായിട്ട് അങ്ങനെ ധരിച്ചിരുന്ന കൃപ തന്നെ അനുഗ്രഹം, അനുഗ്രഹം തന്നെ കൃപ. ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യങ്ങളെ വളരെ ഫോക്കസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാന സമയവും നമ്മൾ ബ്ലെസ്സിങ്സിന് വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുവെന്നുള്ളതാണ് ഈ ജീവിതം ഒരു നഷ്ടക്കച്ചവടമായി മാറാൻ കാരണം. ജീവിതം, അതായത് ബ്ലെസ്സിങ്സും കൃപയും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കാരണം അധികം അധ്വാനിക്കാത്ത നേടാവുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ മുഴുവനും ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൊടുത്ത്, അതാണ് നഷ്ടക്കച്ചവടമായത്. അധ്വാനിക്കാതെ നേടാൻ കഴിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിതത്തിൻ്റെ അധ്വാനം മുഴുവനും
ഇൻവെസ്റ്റ് ചെയ്ത്. അതാണ് ലൈഫ് ഒരു നഷ്ടക്കച്ചവടമായത്. അധ്വാനിക്കാതെ നേടാമെന്ന് പറഞ്ഞാൽ എന്താ? ഈ ബ്ലെസ്സിങ്സ് എന്ന് പറയണത് എന്താ? ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ഫേവേഴ്സാണ്. എല്ലാ കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയുണ്ടാകണം. വാട്ട് ഈസ് ബ്ലെസ്സിങ്സ്? ബ്ലെസ്സിങ്സ് ഈസ് ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങൾ. ഭൗതിക ആനുകൂല്യം എന്തൊക്കെയാണ്? വീട്, ജോലി, സ്ഥലം, പ്രൊമോഷൻ, സർവീസ് പ്രോബ്ലങ്ങളുടെ മാറ്റൽ, വീടിന്. അപ്പോൾ നമ്മുടെ ഈ ബോഡി കംഫർട്ടാകാൻ ആവശ്യമായ എല്ലാത്തിനും ബ്ലെസ്സിങ്സ് എന്ന് പറയും. ബോഡി കംഫർട്ടാകാൻ ആരോഗ്യം, വീടെല്ലാം ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. അടച്ചുറപ്പുള്ള സുരക്ഷിതമായ ഭവനം, നമ്മുടെ സമ്പത്ത് സുരക്ഷിതമായി വെക്കാനും, ആ സമ്പത്ത് സുരക്ഷിതമായി വെക്കുന്നതും പിന്നെ എന്തിനാണ്? അതും സമ്പത്ത് കൊണ്ട് നമ്മൾ പിന്നീട് നേടുന്നതെല്ലാം വിദ്യാഭ്യാസമായാലും. ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് ചോദിക്കണേ, നിങ്ങൾ എന്തിനാണ് പഠിക്കണത്? ഉടനെ അവർ പറയും ജോലി കിട്ടാൻ. എന്തിനാണ് ജോലി മേടിക്കണത്? മലയാളി ഉടനെ പറയും വീട് വെക്കാനെന്ന് പറയും. മലയാളിക്ക് ഭക്ഷണത്തേക്കാൾ പ്രധാനം വീടാണ്. അപ്പോഴേ എല്ലാവർക്കും അങ്ങനെ. എല്ലാവരും പറയും എനിക്കൊരു കൊച്ചു സ്വപ്നം, ഒരു ഇത്തിരി ഭൂമി, ഒരു ചെറിയ വീടും, പിന്നെ 2 കുഞ്ഞുങ്ങളും, ഒരു ഭർത്താവും, ഒരു ഭാര്യയും. അത്രയും എൻ്റെ സ്വപ്നം. മലയാളിയുടെ കോമൺ സ്വപ്നമാണത്. ഹിന്ദിക്കാരന് ആ സ്വപ്നമില്ല. ഹിന്ദിക്കാരന് വീട്, പ്രത്യേകിച്ച് ഗുജറാത്തുകാരൻ ബിസിനസ് വീടിൻ്റെ ഒരു വിഷയം അവന്. ഇനി ഇന്ത്യയിൽ വീട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലയാളിയുടെ കൂടെ കുറേ നാൾ ജീവിക്കുമ്പോഴാണ് മറ്റ് സംസ്ഥാനക്കാർക്ക് വീട് സ്വന്തമായിട്ട് വേണമെന്ന് തോന്നുന്നത്. കാരണം നമ്മുടെ രക്തത്തിൽ ഈ സാധനമുണ്ട്, വീടെന്നുള്ള സംഭവം. കാരണം ഞാൻ തൂത്തുരു ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ ജില്ലയാണല്ലോ. അപ്പോൾ അവിടെ പറഞ്ഞ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം അവിടെ വന്ന് താമസിച്ച് ഇപ്പം മലയാളിനെ പോലെ വലിയ മാളിക വെക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെഞ്ചരിക്കാൻ ചെന്ന വീടിലൊക്കെ പണ്ട് അവർക്ക് അത്രയും ടെൻഷൻ ഇല്ലായിരുന്നു വീടില്ലാത്തതിൽ. ഇപ്പം നമ്മുടെ ടെൻഷൻ അവർക്കും കിട്ടിയിട്ടുണ്ട്. ഈ ടെൻഷൻ ഇങ്ങനെ പാസ് ചെയ്ത് ഇന്ത്യ മുഴുവനും വ്യാപിക്കുകയാണ് വീട് ടെൻഷൻ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്തുകാരനെ ഒരു ദിവസം ഇവിടെ നമ്മുടെ വിജയകുമാർ സാർ ഒരു ജൈനമതക്കാരനെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു 10 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിച്ചു. നമ്മൾ ഉടനെ അത് എൻജിനീയറിനെ വിളിച്ച് ഡിസൈൻ ചെയ്ത് വീടാക്കി മാറ്റും. എന്നിട്ട് നമ്മളെങ്കിൽ ഡെഡ് മണി ആയിട്ട് നിർത്തും. പക്ഷെ നമുക്കിതൊക്കെ നമ്മുടെ സ്വസ്ഥതയുടെ ഒരു ഭാഗമാണത്. പക്ഷെ അവനെന്ത് ചെയ്യുന്നത് വെച്ചാൽ 10 ലക്ഷം രൂപ ബാങ്കിലിട്ടാലാ ബിസിനസ് ചെയ്താലാ എന്ത് കിട്ടുമെന്ന് ചിന്തിക്കും. അപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് സ്വാഭാവികമായിട്ടും ഒരു 20,000 രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 12,000 രൂപ മാസം കിട്ടുമെന്നുണ്ടെങ്കിൽ ഉടനെ അത് സാധാരണ ബാങ്കിങ്ങിൽ ഇപ്പം അത് കിട്ടണില്ല, അത്രയും ഇല്ല. 10 ലക്ഷം രൂപയ്ക്ക് 10,000 രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ ഉടനെ അവനെന്ത് ചെയ്യും? ആ 10 ലക്ഷം രൂപ നോർമൽ ബാങ്കിങ്, ആ 10 ലക്ഷം രൂപ 6,000 രൂപയുടെ വീട് വാടകയ്ക്ക് മേടിക്കും. ബാക്കി 4,000 രൂപ ബിസിനസ്സിലേക്ക് മുടക്കും. ഒരു കാൽക്കുലേഷനാണ്. 10 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഒരു ബിസിനസ്സും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൊണ്ട് ബാങ്കിലിടും. 10,000 രൂപ ഇൻട്രസ്റ്റ് എടുക്കും. 4,000 രൂപ കൊടുത്തിട്ട് ഒരുമാതിരിപ്പെട്ട കുഴപ്പമില്ലാത്തൊരു വീട് വാടകയ്ക്ക് എടുക്കും. ആ 11 മാസം കഴിയുമ്പോൾ അതിനടുത്ത വീട് എടുക്കും. ജീവിതകാലം മുഴുവനും വാടക വീട്ടിൽ തന്നെ താമസിക്കുകയും ചെയ്യും. ഈ ഡെഡ് മണി ആക്കാതെ ഈ പൈസ മുഴുവൻ ഇട്ട് റോൾ ചെയ്ത് അവൻ കോടീശ്വരനാകും. മലയാളി എന്ത് ചെയ്യും? മലയാളി ഉള്ള കാശിന് മൊത്തം വീട് വെക്കും. പിന്നെ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചിട്ട് പഞ്ചായത്തിൽ നിന്ന് ബില്ല് ടാക്സ് വരുമ്പോൾ ആ ടാക്സിനെ കൂടി ഇവന് ടെൻഷൻ കൂടും. ഇതിനെല്ലാം ഡെഡ് മണിയാക്കി വെക്കും. ഓരോ മനുഷ്യന്മാരുടെ ഇത് മലയാളി തെറ്റാണോ ഗുജറാത്ത് ശരിയാണോ എന്നല്ല. വൃത്തസ്ഥാത്ത് മിതിയോർ 2 കക്ഷികളും ഇതിൻ്റെ 2 പേരുടെ കാര്യം നമുക്ക് അഡ്രസ്സിൻ്റെ ഭാഗമാണ്. മലയാളിക്ക് മേൽവിലാസത്തിൻ്റെ ഭാഗമാണ് വീട്. നമ്മൾ തന്നെ പലരും അറിയപ്പെടുന്നത് ഹൗസ് നെയിം വെച്ചാണ് അറിയപ്പെടുന്നത്. അത് ബുദ്ധിസ്റ്റ് പാരമ്പര്യം അനുസരിച്ച് അന്ന് മുതലേ ഹൗസ് നെയിം ഉണ്ട്. ബുദ്ധിസ്റ്റുകളാണ് ഇവിടെ വന്നപ്പോൾ ഹൗസ് നെയിം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇവിടുത്തെ എല്ലാം ചേലേഘാട്ട്, ചേലാത്ത്, അതുപോലെ ചാക്കിയാത്ത് എല്ലാം ബുദ്ധിസ്റ്റ് നെയിംസാണ് എല്ലാം.
ബുധൻ പുരക്കൽ, പുത്തൻപുരക്കൽ എന്നില്ല, പുതിയ പുരയൊന്നുമല്ല, ബുധൻ പുരക്കലാണ്, ബുദ്ധൻ്റെ സംഭവമാണ്. അപ്പോൾ എല്ലാ വീട്ടുപേരിലും പള്ളിപ്പറമ്പിൽ, ബുദ്ധപ്പള്ളിയാണ്, എല്ലാ വീട്ടുപേരിലും ബുദ്ധിസമുണ്ട്. ബുദ്ധിസത്തിൻ്റെ കാലത്ത് അവരെല്ലാം വീട്ടുപേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഇത് കൺവേർട്ട് ചെയ്ത് ബുദ്ധിസം തകർന്നപ്പോഴും മൂന്നായിട്ട് കഴിപ്പിച്ച് ഒരു ഭാഗം ഹിന്ദുസിൽ കിട്ടി, ഒരു ഭാഗം ക്രിസ്ത്യൻസായി, ഒരു ഭാഗം മുസ്ലിംസായി, ബുദ്ധിസം തന്നെ ആയത്. അതുകൊണ്ട് അവിടെയെല്ലാം, അതുകൊണ്ട് കേരളത്തിൻ്റെ വീട്ടുപേരെന്നുള്ള സംജ്ഞ കേരളം മുഴുവനും ഇങ്ങനെ പരന്നിരുന്നിട്ട് കേരളത്തിൻ്റെ സാംസ്കാരിക സ്വത്വത്തിൻ്റെ ഭാഗമായിട്ട് വീട് വെച്ച കാരണം നമ്മൾക്ക് ആദ്യമേ വീടെന്ന ചിന്ത വരണത്, അത് അഡ്രസ്സിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വീട് ഒരു ടെൻഷൻ്റെ ഭാഗമായിട്ടുണ്ട്. കാര്യം വീടിൻ്റെ കെട്ടിമേശ്ശരികളും ചമയാലങ്കാരങ്ങളെല്ലാം ഓവറായിട്ട് വന്നിട്ട് നമ്മുടെ എസ്റ്റീം അങ്ങ് വർദ്ധിച്ചിട്ട് എസ്റ്റീം മുഴുവനും വീടായിട്ട് കാണിച്ചിട്ട് വീട് കാണിച്ച് നമ്മൾ വലിയ പുള്ളിയാണെന്ന് പൊതുസമൂഹത്തിനെ കൊണ്ട് ധരിപ്പിക്കാനുള്ള വല്ലാത്ത പാരവശ്യങ്ങൾ ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നുണ്ട്, ആത്മഹത്യയിലേക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് പിന്നീട് നമുക്ക് ഇത് റീഫണ്ട് ചെയ്യാൻ, അത് മുടക്കാൻ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, മെയിൻ്റെനൻസൊക്കെ എന്തൊരു മെയിൻ്റെനൻസാണ് വരണേ, മെയിൻറ്റെയിൻ ചെയ്യാൻ പിന്നീട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ വർഷങ്ങളിൽ അമിതമായ പണം മെയിൻ്റെനൻസിന് ഡെഡ് മണിയായി, മെയിൻ്റെനൻസ് ഡെഡ് മണിയാണല്ലോ, ചത്ത പണം നമുക്ക് ജീവനുള്ള പണം കിട്ടിയിട്ട് നമ്മളതിനെ കൊന്ന് ഭിത്തിയാക്കിയിട്ട് അലങ്കാര പണിയാക്കി മാറ്റുന്ന ഒരു പണി ചെയ്യുന്നുണ്ട്. ഇത് എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃപയുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. മലയാളിയുടെ ഈ സാമ്പത്തിക ധാരാളിത്വത്തിൻ്റെ ചിലവ് ധാരാളിത്വത്തിന് കൃപയുമായി ബന്ധമുണ്ട്. അതായത് സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മനുഷ്യൻ എന്ത് കാണിച്ചാലും മനുഷ്യന് ആന്തരികമായ ഒരു ദാഹമുണ്ട്. താൻ ആരോ ആണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം, അംഗീകരിക്കാനുള്ള ആഗ്രഹം, അധികാരത്തിനുള്ള ആഗ്രഹം, ഇങ്ങനെ അടിസ്ഥാനമായ കുറേ ദാഹങ്ങളുണ്ട്. ഈ ദാഹങ്ങളെല്ലാം കൂട്ടിയിട്ടാണ് ഈശോ ലോകാരൂപി എന്ന് പറയണത്. കുറേ ദാഹങ്ങൾ, വീട്, അതായത് അധികാരത്തിനുള്ള ദാഹം, അംഗീകാരത്തിനുള്ള ദാഹം, മറ്റുള്ളവരുടെ ഒരു നിലവാരം കിട്ടാൻ വേണ്ടിയുള്ള ദാഹം, ഈ ദാഹങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട് അതിനെ ഈശോ ഒറ്റപ്പേര് വിളിക്കും, ലോകാരൂപി. എന്നിട്ട് ഈശോ പറയും ദൈവാത്മാവിനാൽ നയിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. ഇപ്പോൾ റോമ 8:14 നമ്മൾ വായിക്കുമ്പോൾ പറയും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നത്. ഒന്ന് പറഞ്ഞേ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അതെന്താ അങ്ങനെ പറഞ്ഞിരിക്കണമെന്ന് അറിയാവോ? അതിൻ്റെ അർത്ഥം എന്താ? ലോകത്തിൻ്റെ അരൂപിയെ നയിക്കപ്പെടുന്നത് ജഡത്തിൻ്റെ സന്തതികളാണെന്ന് പറയുന്നതിന് പകരം ചെയ്തിരിക്കണതാ. ഇപ്പം ഫോർമുല അനുസരിച്ച് എന്താണ്? ഈശോ അത് നേരിട്ട് പറയത്തില്ല. ലോകത്തിൻ്റെ അരൂപിയെ നയിക്കപ്പെടുന്ന നിങ്ങളെല്ലാം എൻ്റെ മക്കളല്ലെന്ന് പറയത്തില്ല. ഈശോക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ മക്കളല്ലെന്ന് പറയാൻ ഈ രക്തം ചിന്തി നേടിയിരിക്കണ കാരണം എൻ്റെ മക്കളല്ലെന്ന് ഡിസോൺ ചെയ്യത്തില്ല ഈശോ. പക്ഷേ ബുദ്ധിയും ബോധമുള്ള പരിശുദ്ധാത്മാവിനെ വെച്ച് ഈശോ എന്താ പറഞ്ഞു എന്ന് അത് സ്വയമായിട്ട് മനസ്സിലാക്കിയെടുക്കണം. ഇപ്പോൾ 8:14 പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞത്? ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. പറഞ്ഞേ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവവേദന നിനക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയും അഭിഷിക്തം പറഞ്ഞ് കേട്ടില്ലേ? എന്താ പറഞ്ഞത്? ഇതാണ് സ്ഥിതിയെങ്കിൽ ലോകത്തിൻ്റെ ആത്മാവ് നയിക്കപ്പെടുന്ന നീ ലോകത്തിൻ്റെ സന്താനമാണ്. ലോകത്തിൻ്റെ സന്താനമാണെങ്കിലുള്ള കുഴപ്പം എന്തറിയാവോ? ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ലെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. 14:17 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഒന്ന് പറഞ്ഞേ, ഈ ആത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് പറ്റത്തില്ല. ഒന്നിന് പറഞ്ഞേ, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോ പറയാതെ പറഞ്ഞു വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെ വീട്, ജോലി, സ്ഥലം, സെൽഫ് എസ്റ്റീം, ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ അരൂപി, ഇതാണ് ലോകം. അതായത് ഈ ലോകാരൂപിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവാത്മാവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല എന്നാണ് പറയണത്. കൃപ സ്വീകരിക്കാൻ ഈ അനുഗ്രഹത്തിൻ്റെ കുഴപ്പം എന്തറിയാവോ? അനുഗ്രഹം എല്ലാം ഭൗതികമായ ആനുകൂല്യങ്ങളല്ലേ.
അതിൽ വീട് സ്ഥലവും പ്രൊമോഷനും എല്ലാ സംഭവം ഉണ്ടല്ലോ, IELTS എല്ലാ സംഭവമുണ്ട്. പക്ഷേ അതുമാത്രം കിട്ടി, അതുമാത്രം നേടി, അത് വെച്ച് വളർന്ന് വരുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഭൗതികമായി ആനുകൂല്യം വർദ്ധിക്കുന്ന അനുസരിച്ചുകൊണ്ട് നമ്മൾ ജഡികമായൊരു സന്തതിയായിട്ട് വളരും. ജഡിക സന്തതി ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അവന് പറ്റാതെ വരും, അവന് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. കാര്യം ഇന്നാളൊരു മനുഷ്യൻ മരിച്ചു. അപ്പോഴദ്ദേഹം അമേരിക്കയിലെ പീറ്റേഴ്സ് എന്ന അയാളുടെ ഒരു പേരുണ്ട്, ഞാൻ പേര് മറന്നുപോയി. പീറ്റർ എന്ന അയാളുടെ ഫസ്റ്റ് നെയിം, ഓതറാണ്. അയാളാണ് ഈ മനുഷ്യൻ്റെ ഭൗതിക ഔന്നത്യത്തെ നേടിയെടുക്കുകയാണ് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ആധുനിക മനുഷ്യനെ ഒത്തിരി സ്വാധീനിച്ച മില്യൺസ് ഓഫ് പുസ്തകം അയാളുടെ ചിലവായിട്ടുണ്ട്. കാരണം റിസ്ക് ഒന്നുമില്ല. ബൈബിളിലോട്ട് വരുമ്പോൾ ബൈബിള് ഒത്തിരിയേറെ, അതായത് ഇപ്പോൾ സമറിയക്കാരത്തിൽ ഈശോ എന്നാ പറഞ്ഞേ, സമറിയക്കാരത്തി എന്താ ചെയ്തത്? അവർക്ക് 6 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അതാണ് ഈശോ പറഞ്ഞത്, 6 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പം അതായത് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, പ്രസൻ്റായിട്ട് ഒരാളുണ്ട് എന്ന് ഈശോ പറഞ്ഞില്ലേ? അതായത് ഇപ്പോഴുള്ളവനും നിൻ്റെ ഭർത്താവില്ല. അപ്പോഴതിൻ്റെ അർത്ഥം എന്താ? നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനും നിൻ്റെ, അപ്പോൾ 6 ആയില്ലേ? അപ്പോൾ 6 ഭർത്താക്കന്മാരെന്ന് പറയുമ്പോൾ ഇത് പിന്നെ 6, ഇപ്പോൾ ഒരു ഭർത്താവിന് പകരം 6 ഭർത്താവ്, ഒരു വീടിന് പകരം 2 വീട്, ഒരു സ്ഥലത്തിന് പകരം 2 സ്ഥലം, 2 സ്ഥലം 3 സ്ഥലം, 6 സ്ഥലം ഒക്കെ ഉള്ള ആൾക്കാരില്ല. ഇങ്ങനെ വാങ്ങിച്ച് റിയൽ എസ്റ്റേറ്റ് കൂട്ടുന്നത് 6 സ്ഥലം. ഇപ്പം നമ്മളവർക്ക് ഭർത്താവ് മാത്രമേ വിഷയം വന്നു, ഭർത്താവല്ല, എല്ലാം ഇങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ പെങ്ങളുടെ മക്കളെ നാട്ടുകാരെ ദ്രവിച്ച് നശിച്ച് കിടന്നാലും കുഴപ്പമില്ല, അവർ പിന്നെ സ്ഥലം മേടിച്ച് കൂട്ടും. ഓരോ പ്രാവശ്യം അമേരിക്കയിൽ നിന്ന് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ജോലി കിട്ടുമ്പോഴും ഓരോ വിഷയം അവിടെ 5 സെൻറ്റ് മേടിച്ച്, ഇവിടെ 10 സെൻറ്റ് മേടിച്ച്, ഇവിടെ 3 സെൻറ്റ് മേടിച്ച്, എപ്പോൾ 4 സെൻറ്റ് മേടിച്ച്, ഇങ്ങനെ 6 സ്ഥലം. ആ 6 ഭാര്യയായത് കാരണമാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഈ സ്ഥലം 6 വീട്, 2 വീട് അല്ലെ 3 വീട്, 6 സ്ഥലം. ഇപ്പോൾ ചിലർക്ക് ഫ്ലാറ്റ് ഒരെണ്ണം ബോംബെയിൽ ഒരെണ്ണം, എന്നാൽ ഒരെണ്ണം കിടക്കട്ടെ, സിനിമാക്കാരെ പോലെ എന്നാൽ പറഞ്ഞാൽ എറണാകുളത്തും കിടക്കട്ടെ, ട്രിവാൻഡ്രത്ത് പോയി താമസിക്കുമ്പോൾ അവിടെ ഒരെണ്ണം. ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ആൾക്കാർ വീടായിട്ടും സ്ഥലമായിട്ടും വൈഫായിട്ടും ഭർത്താവായിട്ടും ഇങ്ങനെ പിന്നെ ഔട്ട് പോസ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ വാങ്ങിച്ചു കൂട്ടും. അങ്ങനെ മൊത്തം വാങ്ങിച്ചു കൂട്ടുന്നൊരു ടെൻഡൻസി ഉണ്ടാകും. ഈ ടെൻഡൻസിയെ സംബന്ധിച്ച് ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ, അതായത് ഈശോ നൽകുന്ന ആത്മാവില്ലേ, ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല എന്ന് പറയുന്ന വചനം 14:17 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. ആ വചനത്തോട് ചേർത്ത് വെക്കേണ്ടതാണ്. ഈ വെള്ളം കുടിക്കണവൻ ഇനിയും ദാഹിക്കും, ഞാൻ തരുന്ന വെള്ളം കുടിക്കണവൻ ഒരിക്കലും 4:13. ശരിക്കും പറഞ്ഞാൽ മദർ വേഡ് അതിൻ്റെ അതായത് തള്ളവചനങ്ങളും പിള്ളവചനങ്ങളും ഉണ്ട് ബൈബിളിൽ. ഇപ്പം ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. അതായത് ലോകാരൂപിയാൽ നയിക്കപ്പെടുന്നവർക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയണത്. അല്ലാതെ അതിൻ്റെ അകത്ത് കോംപ്രമൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയണില്ല. കട്ടനായിട്ട് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിരിക്കുക. ഈ ആത്മാവിനെ സ്വീകരിക്കാൻ അത് ലോകാരൂപിയാൽ നയിക്കപ്പെടുന്നവർക്ക് ദൈവാരൂപിയെ സ്വീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതുപോലെ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ വചനത്തോടാണ് യോഹന്നാൻ 4:13 ലിങ്ക് ചെയ്യേണ്ടത്. യോഹന്നാൻ 4 ഇപ്പോൾ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല എന്ന് പറയുന്ന 14-17 വചനങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം ആണ് മദർ വേഡ്. ഈ മദർ വേഡിൻ്റെ പിള്ളവചനമാണ് 4:13 യോഹന്നാൻ. എന്താണ്? ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. ഈ ബ്ലെസ്സിങ്സ് വഴി ഉണ്ടാകുന്ന ഭൗതിക ആനുകൂല്യങ്ങൾ അൾട്ടിമേറ്റായി ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ഹിഡിനെസ് കൂടും, വെയിറ്റ് കൂടും. ഒരിക്കലും ദൈവത്തിൽ നിന്ന് പതുക്കെ അകന്ന് ഇത് സ്ഥൂലമായി മാറിക്കൊണ്ടിരിക്കും.
പിന്നീട് ദൈവം തന്നെ ഒരു വലിയ ആധ്യാത്മികതയും വിശ്വാസമൊക്കെ ഒരു ബാധ്യതയായിട്ട് മാറും. കാര്യം ഓരോ വിഷയം, ഓരോ പുതിയ ഓരോരോ കാര്യങ്ങളിൽ ഓരോരോ പുതിയ വിഷയങ്ങൾ കാണുകയും പുതിയ വിഷയങ്ങൾ കമ്പനിക്കാർ ഇറക്കുന്നത് നാട്ടിലെ നടപ്പനുസരിച്ച് പുന്ന വരുമ്പോൾ അതുകൂടി ആർജിച്ചുകൊണ്ട് നിലവാരം ഒപ്പിക്കാൻ വേണ്ടി ജഡിക മനുഷ്യൻ്റെ ഒരു വിഷയമാണ് അപ്ഡേറ്റ് ചെയ്യുക. സമൂഹത്തിൽ എന്ത് സംഭവിക്കുന്നു, സമൂഹത്തിൽ ഇപ്പോൾ കുലീനമാകണമെങ്കിൽ എന്ത് വേണം. അപ്പോൾ ഉടനെ അവൻ കാറിൻ്റെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യും, ഇല്ലേ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാറ്, അപ്പോൾ നമ്മൾ അത് കൊണ്ടുപോകുമ്പോൾ കല്യാണത്തിൽ ചെല്ലുമ്പോൾ പറയും, ചേട്ടാ ഈ കാറ് മാറാൻ നേരമായെന്ന് പറയും. ഇതിപ്പോൾ ആരും ഉപയോഗിക്കണില്ലെന്ന് പറഞ്ഞ് നമുക്കൊന്ന് ഓടിച്ച് പോയാൽ മതി, കൈ പൊള്ളാതെ പോക്കറ്റ് കാലിയാതെ പെട്രോൾ അടിച്ച് പോകണം. പക്ഷെ നമ്മൾ കല്യാണത്തിൽ കൊണ്ട് ഇടുമ്പോഴെന്ന് പറയുമ്പോൾ അവർ കണ്ടവർ ചോദിക്കും, ഇപ്പം ഇത് ഈ മാത്താനും കൊണ്ട് അടയ്ക്കണ, ഇതിപ്പോൾ ആരും ഉപയോഗിക്കണില്ലെന്ന് പറയും. അപ്പം നമ്മളൊക്കെ ദൈവമേ നമുക്ക് ചമ്മലായി പോയല്ല. ചമ്മൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോകാരൂപിയായി നയിക്കപ്പെടുമ്പോൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയില്ലെങ്കിൽ ചമ്മലുണ്ടാവും. അപ്പം നമ്മൾ ഉടനെ സമൂഹത്തിൻ്റെ അപ്ഡേറ്റ് ആകാൻ വേണ്ടി ബാങ്കിൽ പോയി ലോൺ എടുക്കും. ബാങ്കിൽ ലോൺ എടുക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ അവസ്ഥ ബാങ്കിൻ്റെ വാതിൽ കൂടി നടന്നാൽ മതി, കൈകെട്ടി വിളിക്കുമ്പോഴേ നമ്മൾ ലോൺ തരാൻ വേണ്ടി മേടിച്ചുകൊണ്ട് പോയി. എന്തിനാണ് കിഡ്നി അടിച്ചെടുക്കാൻ വേണ്ടി? അപ്പോൾ നമ്മളെ പരിചയമില്ലെങ്കിൽ എന്തൊരു നല്ല സുന്ദരനായ മാനേജർ, മാതാവേ എല്ലാം ഒപ്പിട്ട് അവിടെ ഒപ്പ് ഇവിടെ ഒപ്പെന്നാ പറഞ്ഞ് ഒപ്പിട്ട് മേടിച്ച് 200-300 ഒപ്പിടിക്കും. അതോടുകൂടി നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. അപ്പോഴെന്താ, ഒറ്റ വാക്കാണ്. ആ കല്യാണത്തിൽ കൊണ്ടുപോയി പെങ്ങളുടെ മകളുടെ കല്യാണത്തിൽ ചെന്നപ്പോൾ കാറ് കൊണ്ട് ഇട്ടതാണ് പ്രശ്നമായി പോയത്. അപ്പോൾ കണ്ടു നിന്നവൻ നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഈ മാത്താനം കൊണ്ട് അടയ്ക്കണ, ഇപ്പം ഇതാരും ഉപയോഗിക്കണില്ലെന്ന് പറയുക. അപ്പോഴും നമ്മൾ പിന്നെ ആരാ ഉപയോഗിക്കണത്, പിന്നെ ഇതെന്താ ഉപയോഗിക്കണം തിരക്കിയപ്പോഴാണ് പുതിയ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ പുതിയ വണ്ടി ചെല്ലുമ്പോൾ ഒരു എസ്റ്റീം വരും. ഇതാണ് ലോകാരൂപി എന്ന് പറയണത്. എന്നിട്ട് ഈശോ എന്ത് പറഞ്ഞെന്നറിയാവോ, ഇങ്ങനെ കമ്പനി സാധനങ്ങൾ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്ത ആ രീതിയിലാണ് നിൻ്റെ മനസ്സ് മെയ്ഡപ്പ് ചെയ്യണമെങ്കിൽ ഈ വെള്ളം കുടിച്ചാൽ, ലോകത്തിൻ്റെ ഈ വെള്ളമില്ലേ, ഔന്നത്യത്തിൻ്റെ അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം കഴിയുമ്പോൾ കാറിൻ്റെ ബ്രാൻഡ് മാറുമല്ലോ. അപ്പോൾ പിന്നെയും ദാഹിക്കും, പുതിയ കാറ് മേടിക്കാൻ നിനക്ക് തോന്നും. പണ്ട് നമ്പൂതിരിമാരൊക്കെ അങ്ങനെ മുടിഞ്ഞത് അങ്ങനെയല്ലേ, ആവശ്യമില്ലെങ്കിൽ ഒരു ആനയെ പിടിച്ച് കെട്ടിയിടും വാതിക്ക്. ആവശ്യമില്ലേ, ഒരു ആന ഉള്ള വീടെന്ന് പറയണത് 800 കൊല്ലം മുമ്പ് 200 കൊല്ലം മുമ്പ് ബ്രാൻഡായിരുന്നു, തറവാടിൻ്റെ ബ്രാൻഡായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക മാവും വെച്ച് അതിൻ്റെ പുറത്ത് ആനയും കെട്ടിയിടും. ആന അവിടെ മുഴുവൻ പിണ്ട വിട്ട് നാറ്റിക്കും, എന്നാലും നമ്പൂതിരിക്ക് പ്രശ്നമില്ല. എന്താ കാര്യം, ഒരൗന്നത്യം, ആനയുള്ള വീട്. അവസാനം ആന നിന്ന് അത് മുടിഞ്ഞു പോയി. എത്ര ഉണ്ടാണ് ആവശ്യമില്ലെങ്കിലും ചുവന്നുകൊണ്ട് നടന്ന് നാട്ടുകാരുടെ മുമ്പിൽ ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ലെന്ന് പറയുന്ന വെള്ളമുണ്ട്. ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. കാര്യം ആധ്യാത്മികതയെ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നാളെ എത്രയൊക്കെ പണം വന്നാലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതായത് നമ്മൾ ഭൗതിക വസ്തുക്കൾ വാങ്ങി നമ്മുടെ ഔന്നത്യത്തിൻ്റെ നമ്മുടെ സ്റ്റാൻഡേർഡ് കാലത്തിനൊപ്പിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അപ്ഡേഷൻ നടക്കത്തില്ല. കാര്യം ഇപ്പോൾ എല്ലാം ഫാഷൻ ഡിസൈൻ എല്ലാം ഇങ്ങനെ കമ്പനി പടപടാന്നിങ്ങനെ വെടിച്ചില് പോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കണമെന്ന് പറയത്തില്ലേ. ഇപ്പോൾ 1 കൊരിന്ത്യർ 7:31 പറയണ വചനമാണ്, ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കണമെന്ന്. അപ്പം തന്നെ അത് പണിയല്ലേ, ഇല്ലേ? ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഉടനെ സഭാപ്രസംഗി പറയും മാറിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിൻ്റെ പോലെ നിങ്ങൾ കഴിച്ചതൊന്നും നടക്കരുത്. കാര്യം ഒന്നും പുതുതായിട്ട് ഉണ്ടാകണില്ല, പണ്ടുണ്ടായിരുന്നു തന്നെ ഇപ്പോഴും ഉള്ളതെന്ന് പറയും. സഭാപ്രസംഗം സൂപ്പറാണ്. കാര്യം ഇപ്പോൾ 1 കൊരിന്ത്യർ 7:31 പറയണത് ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. നമ്മുടെ കമ്മൽ തന്നെ മാറുന്നില്ല, മാസം ഫാഷൻ മാറുന്നു, ഒന്നുമില്ലേ. കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സിനിമാക്കാരൻ ഒരു ഷർട്ട് ഇട്ടാൽ മതി, അപ്പോൾ പിന്നെ ടെക്സ്റ്റൈലുകാരൻ ആ സാധനം എടുത്തിട്ട് മാർക്കറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ആ ഷർട്ടില്ലെങ്കിൽ പിന്നെ നഗ്നനായ പോലെ തോന്നുകയും ചെയ്യും, മനുഷ്യൻ പുറത്തിറങ്ങാൻ തോന്നുന്നില്ല.
പിന്നെ ആ ആഴ്ചപ്പ് ആ ഷർട്ട് എങ്ങനെ ഒപ്പിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ തുണിയില്ലാണ്ടത്തെ പോലെ തോന്നുന്നു നമുക്ക്. കമ്പനിക്കാരൻ, ടെക്സ്റ്റൈൽകാരൻ ഈ ആഴ്ച ഇറക്കിയ ബനിയനോ ഷർട്ട് വാങ്ങിച്ചില്ലെങ്കിൽ തുണിയില്ലാത്ത ഒരു അവസ്ഥ തോന്നുന്ന ഒരു നാണമുണ്ടല്ലോ, അതാണ് ഈശോ പറഞ്ഞത്. ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. അതായത് ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ ഒരിക്കലും സ്റ്റാറ്റിക് അല്ല. അതാണ് ബൈബിൾ ഭയങ്കര സൂപ്പർ സുന്ദരമാണ്. കാര്യം മനുഷ്യനെ നിത്യതയ്ക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്ന വഴി നമുക്ക് വഴി ബോർഡുകളാണല്ല. അതായത് ഈ 7:11 ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ രൂപഭാവങ്ങൾക്കൊപ്പം നമ്മളും മാറി വരുമ്പോഴാണ് നമ്മുടെ നിത്യത നമുക്ക് നഷ്ടപ്പെട്ടു വരുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഞാൻ തരുന്ന വെള്ളം കുടിക്കണവന് ഒരിക്കലും ദാഹിക്കത്തില്ലെന്ന്. അതായത് മനുഷ്യൻ്റെ ഇൻറ്റീരിയോറിറ്റി, ആന്തരികത, അവൻ്റെ ജഡത്തിൻ്റെ അഭിവാഞ്ചകൾ, അതെല്ലാം കാലത്തിനനുസരിതമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ച ടെക്നോളജിയാണ്. അത് വളരെ നമ്മൾ വരെയും പരിശുദ്ധാത്മാവെന്ന് പറയരുത്. അത് ദൈവം ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്ത മനുഷ്യൻ്റെ ഈ സിസ്റ്റവും മനസ്സും അവൻ്റെ ജീവിതവും നിത്യജീവിതവും എല്ലാം ചെയ്തപ്പോൾ ഒരു നല്ല മെഡിസിനാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഞാൻ തരുന്ന വെള്ളം കുടിക്കണവന് ദാഹിക്കത്തില്ല, ദാഹം അവസാനിപ്പിച്ച് കളയും. അതായത് മനുഷ്യന് ഒന്നും മുതലാവാത്ത, പണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ പള്ളിത്തോട്ടി ഇരുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ 70 ഭ്രാന്തം വരുമായിരുന്നു എന്നെ കാണാൻ വേണ്ടി. എല്ലാവരും വരും, ഇടയ്ക്ക് ഭ്രാന്തന്മാരും വരും. അപ്പോൾ ആരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കും, നമുക്ക് സമയമുണ്ടെങ്കിൽ. സമയം ഇല്ലെങ്കിൽ ഇപ്പോൾ ഓരോ കാര്യം ചോദിക്കുമ്പോൾ ഭ്രാന്തം പറയും, നിനക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല, നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ചുമ്മാ കളി തമാശന് എന്നാൽ സീരിയസ് ആയിട്ടും ചോദിക്കും. അപ്പോൾ പറയും അങ്ങനെ ചെയ്താൽ കണക്ക് കൂട്ടിയാൽ മുതലാകത്തില്ല. അപ്പോൾ ഞാൻ പറയും അങ്ങനെ നിനക്ക് കല്യാണം കഴിക്കാൻ പാടില്ല, കണക്ക് കൂട്ടിയാൽ മുതലാകത്തില്ല. എങ്ങനെ ഒന്ന് ചോദിച്ചാലും അവൻ പറയും കണക്ക് കൂട്ടിയാൽ മുതലാകത്തില്ലെന്ന് പറയും. അതുപോലെ അതായത് അവനെ വിളിക്കണത് തന്നെ അങ്ങനെയാണ്, കണക്ക് കൂട്ടിയാൽ മുതലാ, ദൈവനോട് കണക്ക് കൂട്ടിയാൽ മുതലാകത്തില്ല. പക്ഷേ അവൻ ഭ്രാന്തൻ, അവൻ മാത്രമല്ല, എല്ലാം ഈ ടൈപ്പ് പാർട്ടിയാണ്. കണക്ക് കൂട്ടിയാൽ മുതലാകാത്ത ആൾക്കാരാണ് എല്ലാവരും തന്നെ. ഓരോ കാര്യം എടുത്തു കഴിയുമ്പോഴും അവർക്ക് മുതലാവത്തില്ല. ഇപ്പോൾ ഈ 6 മാസം കഴിയുമ്പോൾ എന്തോടെ കമ്മലും കൊണ്ട് മാറണ എന്താ? അത് കണക്കൂട്ടിയാൽ മുതലാകാത്തത് കൊണ്ടാണ് ഭ്രാന്തി. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് ഞാൻ ഈജിപ്തിൽ ചെന്ന കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കെയ്റോ മ്യൂസിയത്തിലും പോയി. എനിക്ക് മ്യൂസിയമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളിവിടെയും വലിയൊരു മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും നല്ല മ്യൂസിയം, ലൈവ് മ്യൂസിയം. ഓപ്പൺ ആയിട്ടില്ല. എല്ലാ ക്രിസ്തീയ കലകളെയും അരമണിക്കൂർ കൊണ്ട് ലൈവ് പ്രോഗ്രാം പോലെ ഓഡിയോ വീഡിയോ എല്ലാം നല്ല സുന്ദരമായിട്ട് 70mm കാണിക്കും. അതിൻ്റെ ഓഡിയോ ആദ്യം പറയും, അതിൻ്റെ ചരിത്രം പറയും. ആ ഓഡിയോ കഴിയുമ്പോൾ ആ പ്രോഗ്രാം വിഷ്വൽ ചെയ്ത് കളയും. അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ലൈവ് മ്യൂസിയം. അപ്പോൾ ഞാൻ കെയ്റോ മ്യൂസിയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എനിക്ക് ഈ മമ്മികളെ പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മമാരല്ല കേട്ടോ, മമ്മികളെന്ന് പറയണത് ഡെഡ് ബോഡീസ്. അതായത് ഈ ഫറവോയും ഈജിപ്ഷ്യൻ കിങ്സ് ഉണ്ടല്ലോ, ഫറവോ, അവരുടെ ഭാര്യമാരെ, അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഇവർ മരിച്ചു കഴിയുമ്പോൾ അങ്ങനെ തന്നെ കൊണ്ടുപോയി ഈ തല തുരന്നിട്ട് തലച്ചോറെല്ലാം ക്യൂസ് ചെയ്ത് കളയും. വയറ് പൊളർന്നിട്ട് കുടലും ആമാശം അങ്ങനെ തന്നെ എടുത്ത് മാറ്റും. എന്നിട്ട് അറക്കപ്പൊടിയും ചാരായവും നൈൽ നദിയിൽ നിന്ന് എടുക്കുന്ന ഒരുതരം പുല്ലിൻ്റെ കറയും കൂടി അകത്തെല്ലാം പെരുട്ടി വെക്കും. എന്നിട്ട് തുന്നിക്കെട്ടിയിട്ട് കൊണ്ടുപോയി 72 ദിവസം മരുഭൂമി കുഴിച്ചിടും. അപ്പോഴെന്നിട്ട് അതിലൊരു വെള്ളമെല്ലാം വാർന്നു പോയിട്ട് ഒരു ഉണക്ക സംഭവമായിട്ട് ഇത് കിട്ടും. എന്നിട്ട് ഇതിനെ അവർ സ്വർണം കൊണ്ട് പൊതിയും. 123 കിലോ സ്വർണം കൊണ്ടാണ് തൂത്താങ്കാമിനെ പൊതിഞ്ഞിരിക്കണം. നമുക്ക് കാണാം അന്നത്തെ സുന്ദരമായ സ്വർണം, നല്ല മഞ്ഞത്തങ്കത്തിലാണ്. 4000 കൊല്ലം പഴക്കമുണ്ട് ഡെഡ് ബോഡിക്ക്. ഞാൻ ഈജിപ്തിൽ ഇന്നാൾ വിപ്ലവം ഉണ്ടായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച്, കർത്താവേ എവിടെ വിപ്ലവം ഉണ്ടായ മ്യൂസിയത്തെ ബോംബ് വിടരുത് എന്ന് പ്രാർത്ഥിച്ച്. കാര്യം മ്യൂസിയം അവരുടേതല്ല, മനുഷ്യരാശിയുടെ മൊത്തമാണ്. മനുഷ്യൻ അവരുടേതല്ലല്ലോ. ഇപ്പോൾ ഇന്ന് ജനിച്ചിരിക്കുന്ന പൊട്ടന്മാരുടെതൊന്നുമല്ലല്ലോ. അത് മനുഷ്യരാശിയുടെ ഹോൾ ട്രഷറാണ്, ലോകത്തിലുള്ള പൈതൃകമാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സത്യമായിട്ട് പ്രാർത്ഥിച്ചു അതിന് കുഴപ്പമുണ്ടോ വരല്ലേ എന്ന്. എന്നിട്ടൊരു ബോംബ് അതിൻ്റെ അടുത്ത് വീണ്
മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗം പുകയിറക്കരിയായിട്ട് പിന്നീട് ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു. എന്നാൽ അകത്ത് കുഴപ്പമില്ല. അപ്പം ഞാൻ ചെല്ലുമ്പോൾ നമുക്ക് 2-3 ഒരു ദിവസം വേണം ഇതിൻ്റെ അകത്ത് മുഴുവനും പോകാൻ. എനിക്ക് 1 മണിക്കൂറേ കിട്ടിയുള്ളൂ, സ്റ്റാർട്ടിങ്ങിൽ അത്രേ വന്നുള്ളൂ. അപ്പോൾ ഞാൻ അത്യാവശ്യം കണ്ട മമ്മീസ് തന്നെ എല്ലാത്തിനെയും കണ്ടു. ഫ്രഞ്ചുകാർ ഡിസൈൻ ചെയ്തിരിക്കുന്ന മ്യൂസിയമാണ്, അല്ല ഈജിപ്ഷ്യൻ മ്യൂസിയം എന്തെങ്കിലും ഫ്രഞ്ച് ടെക്നോളജിസ്റ്റാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഇതുള്ളതാണ് ആ മ്യൂസിയത്തിന്. അപ്പോഴവിടെ മുതല, പഴയ 4000 കൊല്ലം മുമ്പ് നൈതനിലുണ്ടായിരുന്ന മുതല, വലിയ ബ്രാല് എല്ലാം. ഈ അന്നത്തെ കാലത്തെ മനുഷ്യൻ്റെ മെയിൻ പരിപാടിയായിരുന്നു എന്ത് കിട്ടിയാലും അവർ മമ്മിയാക്കി കളയും. അതിൻ്റെ ഇടയ്ക്കാണ് ഈ രാജകുമാരിമാരുടെയൊക്കെ സ്വർണ്ണങ്ങളിരിക്കുന്നത്. അപ്പോൾ രാജകുമാരിമാരുടെ സ്വർണം കണ്ടപ്പോഴാണ് എനിക്ക് ഒരു തലക്ക് പാറ്റൽ വന്നത്. കാരണം ഞാൻ ദൈവമേ, ഇത്രയും പുരാതനമായ 4000 കൊല്ലം പഴക്കമുള്ള മമ്മികളെല്ലാം അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ ജോസ്കോയിലിരിക്കുന്ന സാധനം തന്നെ. ജോസ്കോയിലും ഭീമനും ഇരിക്കണ ആ പറ്റ് കടന്നക്കുടുപോലെ ഇരിക്കുന്ന സംഭവം ഇല്ലേ, കടന്നക്കുടുപോലെ ഇരിക്കുന്ന സാധനമില്ലല്ലേ പറ്റില്ല, ആ സാധനമൊക്കെ ഇരിക്കണം അവിടെ. ഞാൻ ദിവന്മാർ ജോസ്കോന്ന് അടിച്ചു മാറ്റിയതായിരിക്കും ഇത്. അപ്പം തിരക്കിയപ്പോൾ എന്താ സംഭവം എന്നറിയാവോ, ജോസ്കോയൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാ. അപ്പം ഞാൻ സഭാപ്രസംഗിനെ കൊടുത്ത്, ദൈവമേ, ഈ ഭൂമി സൂര്യന് താഴെ പുതിയതൊന്നുമില്ല. ഇപ്പം വലിയ ഭംഗിയായിട്ട് ഇങ്ങനെ പറ്റുതാലി പോലെയൊക്കെ പറ്റൊക്കെ നെക്കിട്ട് വരണില്ലേ, അതെല്ലാം 4000 കൊല്ലം പഴക്കമുള്ളതാണ്. ഇപ്പം ഇട്ടുകൊണ്ട് വന്നൊരു ഫാഷനായിട്ടാണ് നടക്കുന്നത്. എന്ത് വല്ല മമ്മി ഇട്ട സാധനമാണേ. അതെന്തിനു പറയണത്, നമ്മുടെ ആ ഷോർട്ട് ടോപ്പില്ലേ, ഇപ്പം അതിൽ ഇറങ്ങിയിട്ട് പോയി, ആ ഷോർട്ട് ടോപ്പ് പോയെന്ന് തോന്നല്ലേ. ഒരു സമയത്ത് ജീൻസും ഷോർട്ട് ടോപ്പും കൊണ്ട് നടക്കിയിരുന്നു. അപ്പോൾ ഇവിടെ ഷാജിൻ കരുണിൻ്റെ ഒരു ഫിലിം നടത്തിയപ്പോൾ ഷാജിൻ കരുണിൻ്റെ കുട്ടിസ്രാങ്കിൻ്റെ ചവിട്ടനാടകമെല്ലാം നമ്മളാണ് ചെയ്തത്. അപ്പോൾ ആ ഫിലിമിന് മുമ്പ് ഷാജി ഇവിടെ വന്നിട്ട് എൻ്റെ ഇടയ്ക്ക് 52 കൊല്ലം മുമ്പുള്ള കഥയാണത്. 52 കൊല്ലം മുമ്പ് കടലോരത്ത് തറവാടി അമ്മാമ്മമാർ ഉപയോഗിച്ചിട്ടുള്ള ആ ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കടലോരത്തെ കഥയായ കാരണം അവിടെ പണ്ടത്തെ മരിച്ചടക്കിന് പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. മരിച്ചടക്കി കഴിയുന്ന സമയത്ത് ഡെഡ് ബോഡി കിടത്തിയിട്ട് എല്ലാ ബന്ധുക്കളെയും കൊണ്ട് ലാസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക. ആ പാത്ത് നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയില്ലേ, 4 കാലം വെച്ചിട്ട് ഇത് പാത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ആ അത്തരം ഫോട്ടോ കുറേ കളക്ട് ചെയ്ത് പഴയ വീടുകളിൽ നിന്ന് അത് കൊണ്ടുവന്ന് കമ്പ്യൂട്ടറിലിട്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അമ്മമാർ ചട്ടയൊക്കെ ഇട്ട് നിൽക്കണമല്ലേ. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ കൂടെ ഇത് ഷോർട്ട് ടോപ്പ് അല്ലേ. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ദൈവമേ, നമ്മുടെ ഇന്നത്തെ ഷോർട്ട് ടോപ്പ് പണ്ടത്തെ ചട്ടയാണ്. അതാണ് സംഭവം. അതായത് നമ്മൾ ഷോർട്ട് ടോപ്പൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കണില്ലേ, പണ്ടത്തെ വലിയമ്മമാരുടെ ചട്ട ഇട്ടുകൊണ്ട് നടക്കണേ. ഓരോ ഗമ കണ്ടില്ലേ മനുഷ്യൻ്റെ. അതാണ് പറഞ്ഞത്. അതാണ് സഭ പ്രസംഗം പറയണത്. പണ്ടുണ്ടായിരുന്നത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, ഒന്നും പുതിയതില്ല എന്ന് പറയണത്. അതാണ്. അതായത് ഈ പുതിയ സാധനങ്ങൾ കൊണ്ട് എൻ്റെ ഔന്നത്യം എസ്റ്റീം ഞാൻ കീപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ അനുകരിക്കണത് പഴയത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, അങ്ങനെ പുതിയത് മേടിച്ചാൽ പുതിയതാണെന്ന് നിനക്ക് തോന്നണുള്ളൂ, ദൈവത്തിനൊന്നും തോന്നണില്ല, അത് പണ്ടത്തെ തന്നെയാണ് നീ ഇപ്പോൾ കൊണ്ടുപോകണം. പക്ഷേ പുതിയതിൻ്റെ പുറകെ നീ പോയാൽ എന്ത് പറ്റും, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കാൻ. അപ്പോൾ ആ സമരക്കാരത്തേക്ക് കണക്ക് കൂട്ടിയിട്ട് മുതലാകാഞ്ഞിട്ടാണല്ല പുതിയ ആണുങ്ങളെ പിടിച്ചോണ്ട് നടന്നത്. സെയിം തിങ്ങാണ്. അതും ഒരു ഭ്രാന്തിയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് അതുകൊണ്ടാണ് ഈശോ പറയണത്, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. എന്നിട്ട് ഈശോ പറയും, കാര്യം മനുഷ്യന് ഇങ്ങനൊരു ദാഹമുണ്ടെന്ന് കണ്ടെത്തിയത് തന്നെ ഈശോയാണ്. ഈശോ അല്ലാതെ വേറെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. മനുഷ്യന് ഇങ്ങനെ ഒരു ഭ്രമം, ഇത് നമ്പൂതിരിമാർ കമ്പമെന്ന് പറയും, പിന്നീട് മലയാളത്തിൽ ഭ്രമമായി. ഈശോ അതിനെ ദാഹം എന്നാണ് പറയണത്. കാര്യം ആന്തരികമായൊരു വിഷയമാണ്, അല്ല പുറമേയുള്ള കമ്പമല്ല. അത് രക്തത്തിൽ വാസനയിൽ വന്നിട്ടുള്ളതാണത്. വാസനാപരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഈ വാസനാപരമായ ആന്തരികമായ ഒരു കൊസ്റ്റ് അതെപ്പോഴും നമ്മൾ അഭിഷേകം ഉപയോഗിച്ചുകൊണ്ട് അതിനെ സബ്സിഡി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ഭ്രാന്തന്മാരെ പോലെ ആ ട്രാവലർ why do you go to river since river itself is a thirst. ഹരിചന്ദ്ര ചതോപാധ്യായുടെ പഴയ കവിത ഞാൻ എപ്പോഴും ഉദ്ധരിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട കവിതയാണ്. അല്ല ബംഗാളിയാ. അതായത് ഹോട്ട് ട്രാവലർ
Why to go to river? Since river itself is a thirst. ഓ യാത്രക്കാരാ, പുഴ തന്നെ ഒരു ദാഹമായിരിക്കെ നിന്റെ ദാഹം ശമിപ്പിക്കാൻ നീ പുഴയിലേക്ക് പോകുന്നുവെന്ന്. അതുപോലെയാണ് സിഗരറ്റ് ഉപയോഗിക്കുന്നവരും മദ്യം ഉപയോഗിക്കുന്നവരും മദ്യത്തിൻ്റെ സ്ഥാനത്ത് ഫാഷൻ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരും ചെരുപ്പുകൾ ഉപയോഗിക്കുന്നവരും എല്ലാം ഇപ്പോഴെല്ലാം അങ്ങനെയല്ലേ വന്ന് യൂസാന്തരമായത്. ഇപ്പം എല്ലാം ഡിസ്പോസിബിൾ അല്ലേ. കൺസ്യൂമറിസം ഡെവലപ്പ് ചെയ്ത് അവസാനം യൂസാന്ത്രോയായി. യൂസ് ആൻഡ് ത്രോ. പിന്നെ എന്ത് ഡിസ്പോസിബിൾ. പുതിയ വാക്ക് വന്നില്ലേ. ഈ പുതിയ വാക്ക് എങ്ങനെ വന്നത്? ഈശോ ഇതിനെ വിളിക്കണം, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും, അവൻ ഡിസ്പോസിബിൾ ആകും. ഇപ്പോൾ വന്ന് ഭാര്യമാരെ ഡിസ്പോസ് ചെയ്യാൻ തുടങ്ങി. ഭാര്യമാരെ യൂസാന്തരയായി, ഭർത്താക്കന്മാരെ യൂസാന്തരയായി. മനുഷ്യ എങ്ങോട്ട് പോണേ ഇല്ലേ? ഇപ്പോൾ വന്ന് നമ്മൾ ഉപകരണങ്ങൾ മാറ്റിയിട്ട് ഭാര്യമാർ യൂസാന്തരയായി. അങ്ങനെയാണെങ്കിൽ വനിതാ കമ്മീഷനിൽ എന്തുമാത്രം കേസ് കെട്ടി കിടക്കണം. യൂസാന്തരയാണത്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ യൂസാന്തരയായി. ഇപ്പം നമ്മൾ എങ്ങനെ ജീവിക്കാമെന്നല്ല കല്യാണം കഴിക്കണത്. കാനഡയിൽ എങ്ങനെ പോകാൻ പറ്റുമെന്നല്ലേ കല്യാണം കഴിക്കണതിൻ്റെ ഉദ്ദേശം. എല്ലാ കല്യാണത്തിൻ്റെ ഉദ്ദേശം ഇപ്പോൾ കല്യാണത്തിൻ്റെ ലക്ഷ്യങ്ങൾ തന്നെ മാറിയില്ലേ. വിവാഹത്തിലുണ്ടാകുന്ന കല്യാണത്തിൻ്റെ നിർവചനം തന്നെ ഇനി മാറ്റേണ്ടി വരികയാണ്. എന്താണ്? വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്താനും മാതാപിതാക്കന്മാർ തമ്മിൽ മഠം വരെ വേർപിരിയാതിരിക്കാനും ഈശോമിശിഹാ സ്ഥാപിച്ച കൂദാശയാകും. ഈ കൂദാശ വേണ്ട. കാനഡയിൽ എങ്ങനെ പോകാൻ പറ്റും? അതിന് PR ഉണ്ടോ? അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ആസ്ട്രേലിയയിൽ എങ്ങനെ പോകാൻ പറ്റും? അവിടെ ഫാമിലി വിസ ഉണ്ടോ? ഫാമിലി വിസ ഉണ്ടാകുന്നതിനും അതിന് PR കിട്ടുന്നതിന് വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള പരിപാടിയാണ് വിവാഹം. അങ്ങനെ വന്നില്ലേ? എല്ലാവരും അങ്ങനെയാണ്. നിങ്ങൾ അമ്മമാരും മക്കളെ കെട്ടിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ പിന്നിൽ ഇതുണ്ട്. വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണ വളർത്തുന്നത് നിങ്ങളുടെ ചിന്തയിലില്ല. മാതാപിതാക്കന്മാരും തമ്മിൽ മരണം വരെ വേർപിരിയാതിരിക്കണം നിങ്ങളുടെ ചിന്തയിലില്ല. കാനഡയും PR-ഉം ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഒക്കെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഇതുകൊണ്ടാണ് അപ്പോൾ യൂസാന്ത്രോയായിപ്പോയി. ദൈവഭവനമല്ല, ദൈവ മക്കളല്ല, ദൈവ കുടുംബമല്ല. തിരിച്ചു വരാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയണത്, കാള തൻ്റെ യജമാനെ അറിയുന്നു. കാള യജമാനെ അറിയുന്നു, പക്ഷേ എൻ്റെ ജനം എന്നെ അറിയണില്ല എന്ന് പറഞ്ഞില്ലേ. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. ശ്രുതിയുടെ ഹല്ലേലൂയ. ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവി തരിക. ആൺമക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. തന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനന്റെ ഉൾത്തൊട്ടി അറിയുന്നല്ലോ. എൻ ജനമറിയുന്നില്ല. കാള തന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ. എൻ
അറിയുന്നില്ല. ആകാശമേ കേൾക്കാം, ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോടു മത്സരിക്കുന്നു. ആകാശത്തിൽ പിരിഞ്ഞാറയിൽ കൊക്കും നീവൽ പക്ഷിയും അവർ തന്റെ കാലമറിയും. ദൈവമറിയുന്നില്ല. ആകാശത്തിൻ പിരിഞ്ഞാറയിൽ കൊക്കും നീവൽ പക്ഷിയും അവർ തന്റെ കാലമറിയും. എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്കാം, ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോടു മത്സരിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. യേശുവേ, ആരാധന. ഹല്ലേലൂയ. യേശുവേ, സ്തുതി. യേശുവേ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന. യേശുവേ, പക്ഷാപനത്തോടെ യേശുവേ, സ്തുതി. യേശുവേ, ആരാധന. യേശുവേ, ആരാധന. യേശുവേ, ആരാധന. Praise the Lord. Praise the Lord. ഇരിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കൃപാഭിഷേക ദിനത്തിലെ ഒന്ന് കൃപ എന്താണെന്നറിയണം, പിന്നെ കൃപ എന്തിനാണെന്ന്. ഇത്രയും നേരം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അനുഗ്രഹത്തെക്കുറിച്ചാണ്, ബ്ലെസ്സിങ്, ഭൗതിക ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഭൗതിക ആനുകൂല്യങ്ങൾ നമ്മളെ അത് വേണ്ടെന്നല്ല, അതിന് നമ്മൾ അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് ഈശോ പറഞ്ഞു. അതാണ് പ്രശ്നം. കാര്യം എന്താണ്? ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ്, നിൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെക്കുറിച്ച് അന്വേഷിക്കുക. അപ്പോൾ 6:33 വചനമില്ലേ മത്തായിയുടെ സുവിശേഷം? മത്തായി ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു. അതായത് എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണല്ലോ പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം, അല്ലേ? എന്നിട്ട് ഈശോ എന്താ അതിനെക്കുറിച്ച് പറയണത്? ഇതിനെക്കുറിച്ചാണ് നിങ്ങൾ ലൈഫ് ടൈം മുഴുവനും വേവലാതി കൊള്ളണത്.
എന്നിട്ട് അത് സുരക്ഷിതമാക്കാൻ വേണ്ടി അതിൻ്റെ അപ്പുറത്തും നിങ്ങൾ നേടിയതിന് ശേഷം പിന്നീട് നിങ്ങളെ ബെയർ ഹാൻഡായിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ലൈഫ് നഷ്ടത്തിൽ വരുന്നത്. അതിന് ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ ആദ്യം കൃപയെക്കുറിച്ച് അന്വേഷിക്കുക. ഇപ്പം മത്തായി 6:33 ആദ്യം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം, ഭൗതിക ആനുകൂല്യങ്ങൾ, അനുഗ്രഹങ്ങൾ, അതിൻ്റെ നിങ്ങളുടെ എല്ലാം വരുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസം വരുന്നുണ്ട്, IELTS വരുന്നുണ്ട്, MOH വരുന്നുണ്ട്, ഹാദ് വരുന്നുണ്ട്, എവരിത്തിങ്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലല്ലോ, ഇല്ലേ? ആവശ്യമില്ലെന്ന് പറഞ്ഞില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. ദൈവം അതുകൊണ്ടാണല്ലോ ഈശോ അപ്പം വർദ്ധിപ്പിച്ചത്, ആവശ്യമായത് കൊണ്ടല്ലേ. അതുകൊണ്ടാണല്ലോ ഈശോ വെള്ളം വീഞ്ഞാക്കിയത്, ആവശ്യമായത് കൊണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്നും നിങ്ങൾ സമാധാനത്തിൽ ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ ആദ്യം എന്ത് ചെയ്യണം? വെള്ളം വള്ളത്തിൽ കിടക്കരുത്, വള്ളം വെള്ളത്തിൽ കിടക്കണം. അതാണ് പ്രശ്നം. നമ്മുടെ ഒരു ലൈഫിൽ വരുന്ന എന്താ പ്രശ്നം? വെള്ളം ഇല്ലാതെ വള്ളം ഓടത്തില്ല. ആഹാരമില്ലാതെ, വീടില്ലാതെ, ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ദറ്റ് ഇസ് കറക്റ്റ്. അതിൻ്റെ അകത്ത് യാതൊരു കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അതിൻ്റെ അകത്ത് വെള്ളം വേണം, വള്ളം ഓടണമെങ്കിൽ വെള്ളം വേണം. പക്ഷെ പ്രോബ്ലം അതല്ല, വെള്ളം വള്ളത്തിൽ കിടക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? വള്ളം മുങ്ങിപ്പോവും. വള്ളം മുക്കരുതെന്നായി പറയണത്. മത്തായി ശ്ലീഹ പറഞ്ഞത് എന്താ? വള്ളം മുക്കി ആദി കൊണ്ടും ആക്രാന്തം കൊണ്ടും വള്ളം മുക്കിയേക്കല്ല എന്നാണ് പറയണത്. ആദി കൊണ്ടും ആക്രാന്തം കൊണ്ടും വള്ളം മുക്കരുത്, അതാണ് പറയണത്. 6:33 ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. അനുഗ്രഹം, ഭൗതിക ആനുകൂല്യങ്ങൾ, ഫിസിക്കൽ ഫേവേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എനിക്കറിയാം. അടങ്ങ്. അതിൻ്റെ സമയത്ത്, തക്ക സമയത്ത് ഞാൻ നിനക്ക് തരും. തക്ക സമയം ദൈവം ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ദൈവത്തിൻ്റെ മനസ്സിലുള്ള കാലം. ഇപ്പോൾ ഉടമ്പടി വന്നപ്പോൾ തക്ക സമയം തീരുമാനിക്കുന്നത് അമ്മയാണ്. ബൈബിളിൽ മുഴുവനും ആദ്യം മുതൽ അവസാനം വരെ ദൈവം പറയുന്ന വാചനമാണ് തക്ക സമയത്ത് ഞാൻ നിന്നെ സന്ദർശിക്കുമെന്ന്. അത് എബ്രഹാത്തിനോട് പറയുമ്പോഴും പറയും, അടുത്ത വസന്തത്തിൽ ഞാൻ നിന്നെ സന്ദർശിക്കും, അപ്പം നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറയും. അതിന് എലീഷ ശൂന്യക്കാരോട് പറയണത്, അടുത്ത വസന്തത്തിൽ ഞാൻ നിന്നെ സന്ദർശിക്കും, അപ്പം നിനക്കൊരു കുഞ്ഞുണ്ടാകും. അതാണ് ദൈവത്തിൻ്റെ തക്ക സമയം. ദൈവം എപ്പോഴും സമയമിട്ടേ സംസാരിക്കത്തുള്ളൂ. ഇപ്പോഴ് കർത്താവ് അമ്മയുടെ കാലം വന്നപ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ തക്ക സമയം അമ്മക്ക് നിശ്ചയിക്കാൻ കൊടുത്തു. വസന്തവും മാറി, വേനലും മാറി, ദൈവം പറഞ്ഞ കാലങ്ങളെല്ലാം മാറിയിട്ട് പറഞ്ഞ് ഇനി വസന്തവും വേനലും മഴക്കാലവും എൻ്റെ അനുഗ്രഹത്തിൻ്റെ കാലവും തക്ക സമയം അമ്മ തീരുമാനിക്കും. അതുകൊണ്ടാണ് കാനായിലെ കല്യാണത്തിൽ തക്ക സമയം അമ്മ തീരുമാനിച്ചത്. ആരുടെ തക്ക സമയം? ഈശോയ്ക്ക് ഈ ഭൂമിയിൽ ദൈവത്തിന് മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാനുള്ള സമയവും സ്ഥലവും തക്ക സമയവും അമ്മ തീരുമാനിക്കും. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന. ഹല്ലേലൂയ. എന്നുടെ അമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. Praise the Lord. Praise the Lord. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇനി നീ ആവശ്യമില്ലാതെ കൺസിഡറബിൾ നമ്പർ ഓഫ്, അതായത് നീ ഇനി ആവശ്യമില്ലാതെ ഭൗതിക ആനുകൂല്യങ്ങളുടെ മേൽ നീ ആക്രാന്തം കൊള്ളുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യരുത്. ഉത്കണ്ഠപ്പെടുകയോ ചെയ്യരുത്. ആദ്യം നീ കൃപയെക്കുറിച്ച് ചിന്തിക്കുക, അനുഗ്രഹം ചേർത്ത് നൽകുമെന്നാണ്. നമ്മുടെ ആധ്യാത്മികത വരണത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കും, പിന്നെ കൃപ എന്തിനാ, പിന്നീട് ചത്ത് ഉയർത്തി ചെല്ലുമ്പോഴുള്ള വിഷയമല്ലേ എന്ന് ചില ആൾക്കാർ ചിന്തിട്ട് എഴുതി തള്ളിക്കളേ. ഇപ്പോൾ ഇവിടെ വരാൻ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവൂ, ഞാൻ ഇവിടെ വരുമ്പോൾ ചേരകളൊക്കെ ഇണചേർന്ന ഒരു കാട്ട് പുല്ലും പിടിച്ച് കിടക്കുന്ന വൃത്തികെട്ടൊരു സ്ഥലമായിരുന്നു. ഞാൻ അന്നത്തെ കാലത്ത് എൻ്റെ ഈ ജപമാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
വേറെ ഒന്നുമില്ലായിരുന്നു. ഞാൻ രൂപതാ വൈദികൻ ഇവിടെ വന്ന് ശുശ്രൂഷ നടത്താൻ എന്തുമാത്രം സഭ അംഗീകരിക്കുമെന്നതിനെക്കുറിച്ചും സാങ്കേതികമായ ഭയം എനിക്കുണ്ടായിരുന്നു. ഈ സാങ്കേതികമായ ഭയം നിലനിൽക്കുക മാത്രമല്ല, ഇവിടെ ബസ് സ്റ്റോപ്പ് പോലും ഇല്ല, ജനങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഈ കെട്ടിടം നിത്യാരാധനയാണ്. ഞാനൊരു സഹോദരനെ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് കണ്ടിട്ട് പറഞ്ഞ് എനിക്കൊരു ആരാധനാലയം വെച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ അദ്ദേഹം വന്ന് വെച്ച് തന്നതാണ്. 2 വർത്തമാനം എന്നോട് പറഞ്ഞില്ല. അദ്ദേഹം ഇവിടെ വന്ന് നിന്ന് ചെയ്ത അന്ന് 6 ലക്ഷം രൂപ ചിലവായുള്ളൂ തീർന്നപ്പോഴേ. പക്ഷേ ഇത് പണിതപ്പോൾ എനിക്ക് ആദ്യമായി. ഞാൻ അന്ന് വാടക്കപ്പള്ളി 2003 താമസം. ദൈവമേ, ആരാധനാലയം ഞാൻ ചുമ്മാ പറഞ്ഞപ്പോൾ തന്നെ വന്ന് നിന്ന് ചെയ്ത് തരികയാണ്. ഞാനൊന്നും അറിയേണ്ട കാര്യം പോലുമില്ല. നിത്യാരാധന പൊങ്ങി വരണകയാണ്. ആൾക്കാർ വല്ലവരും വരുവാ ഇവിടെ. എനിക്ക് പേടിയായി. കാര്യം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ 2-3 കൊല്ലത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒരു ആരാധനാലയം നിത്യാരാധന പൊങ്ങി. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈശോ മാത്രമേ അവിടെ പാടുള്ളതെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈശോ അല്ലാതെ ഒരു പടം പോലും ഉണ്ടാകരുത്, ഒരു രൂപം പോലും ഉണ്ടാകരുത്. ഈശോ എലോൺ. ആര് വന്നാലും ഈശോയെക്കുറിച്ചല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു കെട്ടിടം അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ ഈശോ പറഞ്ഞു, ഈശോ അങ്ങനെ ഒരു സംഭവം വേണം ഈശോ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു ഈശോക്ക് അങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെടാൻ തോന്നുന്നു. അതായത് ഞാനൊരു വീട്ടിൽ കയറി ചെന്നപ്പോൾ തന്നെ അയാൾ പിറ്റേ ആഴ്ച വന്ന് പണി തുടങ്ങി. എന്നിട്ട് ഇത് ഇഷ്ടിക വെച്ച് കെട്ടി പകുതിയായപ്പോഴാണ് എനിക്ക് പേടി വന്നത്. ഞാൻ അമ്മ വരുമോ കെട്ടിപ്പൊക്കി വന്നിരുന്നു. അവസാനം പിതാവ് തന്നെ വന്ന് അത് ബ്ലെസ് ചെയ്ത്. അതായത് ചില സാങ്കേതികമായ കുരുക്കളുണ്ടെങ്കിലും നമ്മൾ സത്യസന്ധരാണ്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയും ദൈവത്തിൻ്റെ ആൾക്കാരാണ്, ദൈവത്തിനോടൊപ്പം ജീവിക്കുന്ന ആൾക്കാരാണെന്ന് ദൈവത്തിൻ്റെ ഒരു വിശ്വാസം നമ്മളെക്കുറിച്ച് വേണം. ദൈവത്തിൻ്റെ വിശ്വാസം നമ്മൾക്ക് വിശ്വാസം ഉണ്ടാകണമല്ല. നമ്മൾക്ക് വിശ്വാസം ദൈവം അത്ര വലിയ കഥയായിട്ട് കരുതണില്ല. കാര്യം ദൈവം അപ്പോൾ പറയും അത് പിശാചം വിശ്വസിക്കുന്നുണ്ടല്ല, പിന്നെ നിൻ്റെ വിശ്വാസത്തിന് എന്താ പ്രത്യേകത എന്ന് ചോദിക്കൂ. പിശാച് വിശ്വസിക്കണില്ലേ? പിശാച് ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നില്ലേ? അവൻ ഭയന്ന് പിറക്കണമെന്നാണ് യാക്കോബ് പറയണത് 2:19. യാക്കോബിൻ്റെ ലേഖനം 2:19 പറയും പിശാച് ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിന് പിന്നെ എന്താ പ്രത്യേകത എന്ന് ചോദിക്കും. അപ്പം നമ്മൾക്കത് പറയാനുണ്ടാകണം. അതുകൊണ്ട് കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാൻ കഴിയുമ്പോൾ ഈശോ എന്നാ പറയണത്? എല്ലാവരും അവനിൽ വിശ്വസിച്ചു, അവനാവട്ടെ അവരിൽ വിശ്വസിച്ചില്ലെന്ന്. 2:24 വചനമുണ്ടല്ലോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2:24. കാനായിലെ വെള്ളം വീഞ്ഞാൻ കഴിഞ്ഞപ്പോൾ കണ്ടു നിന്നവരെ വീഞ്ഞു കുടിച്ച അണ്ണന്മാരെല്ലാവരും വിശ്വസിച്ചു ഇവൻ ദൈവപുത്രനാണെന്ന്. അവരിൽ വിശ്വസിച്ചില്ലെന്നാണ്. എന്താ വിശ്വസിക്കാതിരുന്നത്? മനുഷ്യരുള്ളത് എന്താണെന്ന് അവന് അറിയാമായിരുന്നു. ഇപ്പം വീഞ്ഞു കുടിച്ച് നാളെ അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ മറുകണ്ടം ചാടും. അതാണ് സംഭവം. അതുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസികളെക്കുറിച്ച് പറയണത് പിശാചം വിശ്വസിക്കുന്നുണ്ടല്ലോ, പിന്നെ നിൻ്റെ വിശ്വാസത്തിന് എന്താ പ്രത്യേകത? അപ്പം നമ്മൾക്ക് പറയാൻ കഴിയണം ഈശോയെ പിശാച് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം 2:19 അനുസരിച്ചിട്ട് എന്താ പറയണത്? ദൈവം ഏകനാണെന്ന് പിശാച് വിശ്വസിക്കുന്നു, യാക്കോബ് അല്ലേ? അപ്പം നമ്മുടെ ഈശോ ചോദിക്കും, കാനായിലെ കല്യാണത്തിൽ വെള്ളം വിഞ്ഞാക്കി കഴിഞ്ഞപ്പോൾ വിഞ്ഞി കുടിച്ച അണ്ണന്മാരെല്ലാം വിശ്വസിച്ചില്ലേ? എന്നിട്ട് ഞാൻ അവരെ വിശ്വസിച്ചില്ലല്ലോ. അപ്പം നമ്മൾ ചോദിക്കണം, കർത്താവേ നിൻ്റെ വിശ്വാസം ഞങ്ങൾ ആർജിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവ് പറയും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ശരിയാണ്. കാര്യം പിശാച് ഈ ചോദ്യം എന്നോട് ചോദിക്കത്തില്ല. നിങ്ങളാണ് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഈശോ പറഞ്ഞു തരും. എന്താ കാര്യം? എന്ത് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് ചെയ്യാൻ തയ്യാറല്ല, നമ്മൾ പക്ഷേ ചെയ്യാൻ തയ്യാറാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് പ്രവൃത്തി മൂലമാണ് നീതീകരിക്കപ്പെടുന്നത്. കൈ അടിച്ചു കർത്താൻ പിശാചിന്റെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പിശാചിന്റെ വിശ്വാസത്തെ പ്രവൃത്തി മൂലം നീതീകരിക്കാൻ പിശാച് റെഡിയല്ല, മനസ്സിലായില്ലേ? പക്ഷെ നമ്മുടെ വിശ്വാസത്തെ
പ്രവൃത്തി മൂലം നീതീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അഥവാ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ പ്രവൃത്തി മൂലം നീതീകരിക്കുമ്പോൾ മാത്രമാണ് പിശാചിൻ്റെ കേവല വിശ്വാസത്തിൽ നിന്ന് ദൈവബന്ധ വിശ്വാസത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രവൃത്തിയും കൃപാവര പ്രവൃത്തികൾ പ്രത്യേകിച്ച് വിശ്വാസ പ്രവൃത്തികളാണ്. നമ്മുടെ കൃപാവര പ്രവൃത്തികളില്ലേ, കൃപാവര പ്രവൃത്തികളെല്ലാം ഇപ്പോഴ് പ്രവൃത്തിയും വിശ്വാസം മൂലമാണല്ലോ. എപ്പോഴും യാക്കോബ് അങ്ങനെ എപ്പോഴും പറയും, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്ന് പറയും. ഇത്തരം നിർജീവ പ്രവൃത്തികളിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിക്കണമെന്ന് പൗലോസ് പറയും. എന്താ കാര്യമെന്നറിയാവോ? നിർജീവ പ്രവൃത്തികളെന്നാ പറയുക. പ്രവൃത്തികളെ തന്നെ ബൈബിള് ഒരു 4 തിരിക്കുന്നുണ്ട്. ഒന്ന് നിർജീവ പ്രവൃത്തികൾ, പൗലോസ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. നിർജീവ പ്രവൃത്തികളെക്കുറിച്ച് പഴയ നിയമത്തിലുണ്ട്. പ്രവൃത്തികൾ നമ്മൾ ചെയ്യും, പക്ഷെ ചിലത് ജീവനുള്ള പ്രവൃത്തിയാകും, ചിലത് ജീവനില്ലാത്ത പ്രവൃത്തിയാകും. സൽപ്രവൃത്തി തന്നെ ജീവനുള്ളത് കൊണ്ട് ജീവനില്ലാത്തത് കൊണ്ട്. ഐസയ നമ്മൾ 64:6 വായിക്കുമ്പോൾ ഐസയ പറയും, സൽപ്രവൃത്തികൾ ചിലതെല്ലാം മലിന വസ്ത്രം പോലെയാണെന്ന് പറയും. അതാണ് പൗലോസിൻ്റെ നിർജീവ പ്രവൃത്തി, ജീവനില്ലാത്ത പ്രവൃത്തി. സൽപ്രവൃത്തികളാണ് ചെയ്യണത്, പക്ഷേ മലിന വസ്ത്രം പോയി. ഇപ്പം നമ്മളൊരു സാരി ഒരാളിന്, നിങ്ങളുടെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു സാരി കൊടുത്തു. നമ്മൾ 2 പ്രാവശ്യം അവർ പറഞ്ഞ് ഇത് വാങ്ങിച്ചിട്ട് 2 ഉടുത്തിട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ക്ലീനിൽ കൊടുത്താൽ ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ ഉദ്ദേശിച്ചും ഈ സാരി കൊടുത്ത കക്ഷി നല്ല സാരിയാണ് കൊടുത്തത്, 900 രൂപയുടെ സാരി, അത്യാവശ്യം എത്ര കുഴപ്പമില്ലാത്ത സാരിയാണ്. പക്ഷെ അപ്പോൾ നമുക്ക് തോന്നും, ഒന്നുമില്ലെങ്കിൽ പള്ളിയിൽ പോകാനൊരു കൂട്ടെങ്കിലും ആയില്ല എന്നും, അവിടെ വെച്ച് പണി കിട്ടും. ആ പ്രവൃത്തി നിർജീവ പ്രവൃത്തിയായി മാറി. കാര്യം വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എൻ്റെ അകത്തുണ്ട്. ഈ സാരി കൊടുത്ത കക്ഷി അയൽവാസിയാണ്. അപ്പോൾ നമ്മൾ പറയണത് എന്താണ്? ഒന്നുമില്ലെങ്കിൽ പള്ളിയിൽ പോകാനൊരു കൂട്ടെങ്കിലും ആയില്ല എന്ന്. സത്യമാണ്. അപ്പോൾ ആ പ്രവൃത്തി നിർജീവ പ്രവൃത്തിയാവും. ഇനി ചില സൽപ്രവൃത്തികൾ ഇപ്പോൾ ഈ നമ്മുടെ എന്തെങ്കിലും താല്പര്യങ്ങൾ, ഇപ്പോൾ പാപത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളില്ലേ, മനുഷ്യൻ പാപത്തിലാണ് ജീവിക്കണത്, പക്ഷേ സൽപ്രവൃത്തികൾ ചെയ്യും. ചില ആൾക്കാർ രജിസ്റ്റർ മാരേജ് ചെയ്ത് ഔട്ട് പോസ്റ്റും പല പെണ്ണുങ്ങളെടുത്ത് പോകണം ചില ഭർത്താക്കന്മാരുണ്ടല്ലോ. എന്നിട്ട് എല്ലാ കല്യാണപ്പാട്ടിലും കാണും, മരണപ്പാട്ടിലും കാണും, ചോപ്പട്ടി പഠിക്കാൻ പോകും, കുറേ പരിപാടിയൊക്കെ ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് നല്ല മനുഷ്യരാണ്. അപ്പോൾ മറ്റുള്ളവർ കുഴപ്പമില്ല, 3 ഭാര്യമാരുണ്ടെന്നേ കുഴപ്പമുള്ളൂ. അത് ഇങ്ങനെ നല്ല മനുഷ്യന്മാർ കുറേ നാട്ടിൽ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ മരിച്ചെന്ന് കേട്ടാൽ മതി, ആ കക്ഷി അവിടെ വന്ന് ലാൻഡ് ചെയ്യാൻ ഉടനെ പിന്നെ പന്തലിടുകയോ അല്ലെങ്കിൽ ഈവൻറ്റ് മാനേജ്മെൻറ്റിനെ, ഇപ്പം മരിപ്പെല്ലാം ഈവൻറ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കാൻ പോകണല്ലേ. എന്ത് പരിപാടിയാണെങ്കിൽ പുള്ളി അവസാനം വരെ ഉണ്ടാകും കേടാ. അത് കല്യാണത്തിന് അല്ലെങ്കിൽ വിളിച്ചില്ലാലും കൊള്ളാം, പുള്ളി അവിടെ ചെന്നിട്ട് തിരക്കും. നമുക്ക് വലിയ ആശ്വാസമാണ്, ഇങ്ങനൊരു മനുഷ്യനുണ്ടല്ലോ നാട്ടിലെന്ന്, ഒരു കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ എന്താണ് ചെയ്യണ കാര്യം? എന്താ? പുള്ളി ഓരോ ദിവസവും ഓരോ വീട്ടിലാണ് കിടന്ന് ഉറങ്ങണത്. അതാണ് മ്ലേച്ഛമായ പ്രവൃത്തി, മലിന വസ്ത്രം എന്ന് പറയുന്നത്. നിങ്ങളുടെ സൽപ്രവൃത്തികൾ, അതായത് കൊള്ളപ്പലിശ മുഴുവനും കാണിക്കും, ആർത്തയ്ക്ക് ഉപദേശത്തില്ല, ലോകം മുഴുവൻ ബ്ലേഡ് കൊടുക്കും, എന്നിട്ട് എല്ലാത്തിനും പൈസ കിട്ടും, എല്ലാവരോടും സ്നേഹമായിട്ട് കിട്ടും. പക്ഷേ പലിശ തരാനുള്ളവരോട് മാത്രം സ്വന്തം നിറം കാണിക്കും. എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്, പക്ഷേ കാശ് കൊടുത്തിട്ട് പലിശ കിട്ടാത്ത ആൾക്കാരില്ലേ, അവരാണ് തന്നക്കും തള്ളക്കൊക്കെ വിളിക്കണത്. വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും തരികിട പരിപാടി വെച്ചുകൊണ്ട് സൽപ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളോർക്കും നാട്ടുകാരുടെ ഉപരി പക്ഷേ മനുഷ്യനെ പറ്റിക്കാൻ ഇതൊക്കെ മതി. പക്ഷേ അതിനെക്കുറിച്ചാണ് 64:6 പറയണത്, നിങ്ങളുടെ സൽപ്രവൃത്തികൾ ഋതുവായ സ്ത്രീയുടെ മലിന വസ്ത്രം പോലെയാണെന്ന്. പഴയ മൂത്തയുടെ ബൈബിളിൽ നല്ല സുന്ദരമായിട്ട് കിടപ്പുണ്ട്, ഋതുവായ സ്ത്രീയുടെ മലിന വസ്ത്രം പോലെയാണ്. POCക്കാരൻ അത് എഡിറ്റ് ചെയ്ത് ഋതുവായ സ്ത്രീ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ സൽപ്രവൃത്തികൾ, അതായത് പാപത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ സൽപ്രവൃത്തികൾ എന്താണത്? അത് മലിന വസ്ത്രം പോലെയാണെന്ന്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വിശ്വാസത്തെ നീതീകരിക്കാൻ വേണ്ടിയാണ്, വിശ്വാസം പ്രവൃത്തി കൊണ്ടാണ് നീതീകരിക്കേണ്ടത്. എന്താ പ്രശ്നമെന്നറിയാമോ? എങ്ങോട്ടാ പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകണമെന്നറിയാമോ? അതായത് കൃപ എന്ന് പറഞ്ഞാൽ എന്തിനാ? അധ്വാനിക്കാൻ വേണ്ടിയുള്ളതാണ്.
അനുഗ്രഹം അധ്വാനിക്കാൻ വേണ്ടിയുള്ളതല്ല, അത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. അനുഗ്രഹം ഭൗതിക ആനുകൂല്യങ്ങളാണ്. അതെന്തിനു വേണ്ടിയാണ്? അത് നമുക്ക് ഭൗതിക മെയിൻ്റനൻസിനുള്ളതാണ്. പക്ഷേ കൃപ എന്തിനുള്ളതാണ്? അധ്വാനിക്കാൻ വേണ്ടിയുള്ളതാണ്. 1 കൊറിന്ത്യൻസ് 15:10 1 കൊറിന്ത്യൻസ് 15:10 മറ്റെല്ലാവരെയും കൂടുതൽ ഞാൻ അധ്വാനിച്ചു, ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ. ഒന്ന് പറഞ്ഞേ, മറ്റെല്ലാവരെയും കൂടുതലായി ഞാൻ അധ്വാനിച്ചു, ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ. അപ്പൊ എന്നിലുള്ള ദൈവകൃപ എന്നാ പറയണത്. ഒന്ന് പറഞ്ഞേ, എന്നിലുള്ള ദൈവകൃപ. എന്താ ദൈവകൃപ? ശക്തിയാ. എന്താ ദൈവകൃപ? ദൈവത്തിൻ്റെ ശക്തിയാ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, വചനം ദൈവത്തിൻ്റെ ശക്തിയാണെന്ന്. ഇന്നലെ റോമ 1:16 കണ്ടില്ലേ? അതുപോലെ കൃപ എന്താണ്? ഇപ്പം 2 കൊറിന്ത്യൻസ് 12:10 ബലഹീനതയാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഞാൻ ബലഹീനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. എന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, എന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ഞാൻ ആഗ്രഹിക്കുന്ന കൂടുതലായി, ഞാൻ ആഗ്രഹിക്കുന്നതിൽ കൂടുതലായി നൽകാൻ കഴിയുള്ള ദൈവത്തിന്, നൽകാൻ കഴിയുന്ന ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മഹത്വം ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപമതിയേ, കൃപമതിയേ, അളവില്ലാത്ത കൃപമതി. കൈകളടിച്ചോണ്ട് പാടാം. കൃപമതിയേ, കൃപമതിയേ, അളവില്ലാത്ത കൃപമതി. ശക്തിയോട് ചേർന്ന് കൃപമതിയേ, കൃപമതിയേ, അളവില്ലാത്ത കൃപമതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ 2 കൊറിന്ത്യൻസ് 12:10 പറഞ്ഞത് എന്താണ്? ഇപ്പോഴ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ അവിടുന്ന് എനിക്കൊരു മുള്ളു തന്നിരിക്കുന്നു. പിശാചിൻ്റെ ഈ ദൂതൻ എന്നെ വിട്ടുപോകണമെന്ന് കണ്ണുനീരോടെ ഞാൻ 3 പ്രാവശ്യം അപേക്ഷിച്ചു. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, കർത്താവ് എന്നോട് പറഞ്ഞു, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഞാൻ നിൻ്റെ ഈ മുള്ളും വേദനയും ഒന്നും എടുത്ത് മാറ്റാൻ പോണില്ല. ബട്ട് ഐ വിൽ ഗിവ് മൈ ഗ്രേസ്. ഞാൻ നിനക്ക് എൻ്റെ കൃപ തരും. അപ്പോഴെന്താണ്? ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ്. ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ ഹൃദ്യവും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ പ്രിസൈസായിട്ട് ഷാർപ്പ് ഉപയോഗിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ എന്താ പറയണത്? പിശാചിൻ്റെ ഈ ദൂതൻ, അങ്ങേരുടെ ഗ്യാസ്ട്രിക് അൾസറിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രന്മാർ പറയണത്. അദ്ദേഹം പറയുന്ന കുടൽ അനുഭവിച്ചിരുന്ന മുള്ള് സമയത്ത് ഭക്ഷണം കഴിക്കാതെ ഉണ്ടാക്കിയ കുറേ കുടൽ രോഗങ്ങളാണ്. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ തല കറങ്ങുകയും കണ്ണും മയങ്ങി ആൾ താഴെ വീഴുകയും ചെയ്യുന്ന ഗുരുതരമായ അൾസർ രോഗമാണ്. അത് കാരണം അത് ഒറ്റക്ക് നടന്ന് വേറെ ചെയ്തും ദൈവവചനം പ്രസംഗിച്ചും സമയത്ത് ഭക്ഷണം കഴിക്കാതെ ഉണ്ടാക്കിയ അസുഖമാണ്. അതൊന്ന് സുഖപ്പെടുത്തി തരാൻ വേണ്ടി കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ നല്ല ചങ്കൂറ്റമുള്ള ഒരാളാണ്. പക്ഷേ നിലവിളിച്ച് പോയെന്ന് പറയുമ്പോൾ എന്തുമാത്രം വേദന തോന്നിക്കുകയാണ് പൗലോസിന്. പൗലോസ് അങ്ങനെ നിലവിളിക്കുന്ന ആളല്ല. എന്തെല്ലാം ഇഷ്യൂ ഉണ്ടായാലും പിടിച്ചു നിൽക്കുന്ന ആളാണ്. ആൾ കരഞ്ഞെന്ന് പറയുമ്പോൾ കലശലായ വേദന, കുടൽ കീറണ പോലുള്ള വേദന അനുഭവിച്ച് കാണും. ഞാൻ കരഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞു കർത്താവിൻ്റെ അടുത്ത്, എന്നെ ഇതൊന്ന് വിട്ടു തരാൻ വേണ്ടി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോഴവൻ എന്നോട് പറഞ്ഞു, കരയണ്ട, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഇതിൻ്റെ അപ്പുറവും ചെയ്യാൻ ഐ വിൽ ഗിവ് മൈ ഗ്രേസ്. ഞാൻ നിനക്കെൻ്റെ കൃപ തരും, എന്നാൽ ശക്തി തരും. എന്നിട്ട് നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞതിന് ശേഷം മറ്റു സ്ത്രീയോട് എന്താ പറഞ്ഞത്? ഈ വെള്ളം കുടിക്കുന്നവന് മതിയാവത്തില്ല. ആ വാക്ക് വളരെ 4:3 5 ഭർത്താക്കന്മാരുടെ സ്ത്രീയോട് എന്താ പറഞ്ഞത്? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ള ആൾ ഭർത്താവല്ല, ഇനി വരാൻ പോണ ആളെ നിനക്ക് മതിയാവത്തില്ല.
ലോകത്തിൻ്റെ ഉപയോഗങ്ങളെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മരണം വരെയും മതിയാവത്തില്ലാത്ത അന്തർദാഹങ്ങളുണ്ടാവും. ഇപ്പോഴെന്താ പറഞ്ഞത്? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നതിന് ഒരിക്കലും ദാഹിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? തിരുനാളിൻ്റെ മഹാദിനത്തിൽ 7:37 യോഹന്നാൻ അവൻ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു, ഹും ഡു യു തേഴ്സ്റ്റ് കം ടു മീ. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവിലൊഴുകും. അതാണ് അവൻ നൽകുന്ന വെള്ളം. കൈ അടിച്ച് കർത്താൻ സുടലേ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴുവാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴുവാത്മാവേ. നിറയണമേ എന്നിൽ, നിറയണമേ നിറയണമേ എന്നിൽ, നിറയണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അപ്പോഴ് ഞാൻ തരുന്ന വെള്ളം എന്ന് പറയണത് ഇനിയും ദാഹിക്കത്തില്ല എന്ന് ഈശോ പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? തിരുനാളിൻ്റെ യോഹന്നാൻ 4:13 ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവനെ ഇനിയും ദാഹിക്കത്തില്ല എന്ന് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? അവനിൽ വിശ്വസിക്കുന്നവരെ സ്വീകരിക്കാനിരുന്ന ആത്മാവിനെക്കുറിച്ചാണ്. അതാണ് ഈശോ പറഞ്ഞത്. യോഹന്നാൻ 7:37 തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞേ? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ. ഇത്രയും ബോൾഡായിട്ട് ലോകത്തിൽ ആർക്ക് പറയാൻ കഴിയാം? പ്രസിദ്ധനായ സീസർ, സോളമൻ, സോക്രട്ടീസ്, പ്ലീനി, പ്ലേറ്റോ തൊട്ട് ശ്രീനാരായണ ഗുരു വരെയുള്ള ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. മഹാരഥന്മാരും സാംസ്കാരിക നേതാക്കന്മാരും മതസ്ഥാപകരും. ആർക്കും ബോൾഡായിട്ട് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വരട്ടെ എന്ന്. അതാണ് ക്രെഡിബിലിറ്റി, ഒതൻറ്റിസിറ്റി. കൈയടിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴുവാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴുവാത്മാവേ. നിറയണമേ എന്നിൽ, നിറയണമേ നിറയണമേ എന്നിൽ, നിറയണമേ. ജീവജലത്തിൻ്റെ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ്റെ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ഈ ദൈവാത്മാ ഈശോ പറഞ്ഞില്ലേ തിരുനാളിൻ്റെ മഹാദിനത്തിൽ ഇപ്പം ഞാൻ തരുന്ന വെള്ളമെന്ന് പറഞ്ഞാൽ എന്താ? അതാണ് യോഹന്നാൻ 7:37 തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്നോ? അവൻ ഉച്ചത്തിൽ പറഞ്ഞോ? അപ്പോൾ തിരുനാളിൻ്റെ പീക്ക് ഡേ വന്നു. അവൻ എഴുന്നേറ്റ് നിന്നു, ഉച്ചത്തിൽ പറഞ്ഞു. എന്തുമാത്രം സ്റ്റെപ്പാ! എന്താ അവൻ പറഞ്ഞത്? ഇത്രയും സെലിബ്രൻ്റായിട്ട് ഉത്സവം പോലെ അവൻ എന്താ പറഞ്ഞത്? ഹോം ടു യു സൈഡ് കം ടു മീ.
ദാഹിക്കുന്നവൻ എൻ്റെ അടുത്ത് വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. തന്നിൽ വിശ്വസിക്കാതിരുന്നവരെ സ്വീകരിക്കാതിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവൻ പറഞ്ഞത്. പരിശുദ്ധാത്മ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് എന്തൊരു സെലിബ്രൻ്റായിട്ടാണ്. ഈ പരിശുദ്ധാവിനെ കുറിച്ചാണ് അവളോട് പറഞ്ഞത്, മകളെ, ഈ വെള്ളമൊക്കെ കുടിക്കുന്നവന് 5 ഭർത്താക്കന്മാരും 6 ഭർത്താക്കന്മാരും 6 വീടും 5 സ്ഥലവും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നവന് ഇനിയും ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നതിന് ദാഹം അവസാനിക്കും. ഈ വെള്ളം ആണ് ഈശോ പറയുന്ന അതായത് 4:13 ഈശോ പറയുന്ന ഞാൻ തരുന്ന വെള്ളം. അത് തന്നെയാണ് യോഹന്നാൻ 7:37 ഈശോ പറയുന്ന പരിശുദ്ധാത്മാവ്. അത് തന്നെയാണ് 2 കൊരിന്ത്യർ 12:10 പറയുന്ന ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപ ഈശോ പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ തത്സമമോ തത്ഭവമോ ആണ്. ചില സമയത്ത് ഈശോ കൃപയെന്ന് പറയും, ചില സമയത്ത് ഈശോ പരിശുദ്ധാത്മാവെന്ന് പറയും. പക്ഷേ കൃപയെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മ മാത്രമല്ല ഈശോ ഉദ്ദേശിക്കണത്. ഇപ്പം യോഹന്നാൻ 1:17 കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായെന്ന്. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞത് എന്താണ്ടത്? 2 കൊരിന്ത്യർ 12:10 പറഞ്ഞു, എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അവിടെ കൃപയ്ക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ ശക്തി എന്നാണ് പറയണത്. 2 കൊരിന്ത്യർ 12:10 കൃപയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി എന്നാണ്. പക്ഷേ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ ശക്തിയാണല്ലോ. അമ്മ ചോദിച്ചല്ലോ, അപ്പം ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന്. ലൂക്കാ 1:35 അപ്പോൾ മാലാഖ എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി. പരിശുദ്ധാത്മാവ് ശക്തിയല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയാണ്, കൃപയും ശക്തിയാണ്. കൃപയും പരിശുദ്ധാത്മാവും കൂടി വരുമ്പോൾ കൃപ എന്താണ്, പരിശുദ്ധാത്മാവ് എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ അറിയണം. പരിശുദ്ധാത്മാവ് തൃത്വത്തിൻ്റെ 3-ാം ആളായ പുത്രൻ നമ്മുടെ വ്യക്തിയാണ്. ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ കൂടെ പിതാവിൻ്റെ പ്രസാദമുണ്ട്. ആത്മാവ് മാത്രമല്ല, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞിട്ടില്ലേ 12:18 മത്തായിയുടെ സുവിശേഷത്തിലെ? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എന്ന് പറഞ്ഞേ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ആ പരിശുദ്ധാത്മാവ് മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രസാദം കൂടി ആകുമ്പോഴാണ് കൃപ. കൈ അടിച്ച് കിടത്താൻ യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. കൃപമതിയേ കൃപമതിയേ അളവില്ലാത്ത കൃപമതിയേ 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 അളവില്ലാത്ത കൃപമതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ 2 വ്യത്യാസമുണ്ട്. ഞാനിങ്ങനെ വന്ന് നിൽക്കുന്നതും ഞാൻ വന്ന് നിന്നിട്ട് നിങ്ങൾക്കൊരു അനുഗ്രഹം തരണതും തമ്മിൽ വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവ് കേവലമായിട്ട് വരുന്നതും പരിശുദ്ധാത്മാവ് വന്ന് നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് അതാണ് ദൈവത്തിൻ്റെ, അതാണ് മത്തായി 12:18 പറഞ്ഞത്, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. നമ്മൾ ഇന്നലെ എന്താ പറഞ്ഞത്? പിതാവ് ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കുന്നു. അത് മുറപ്രകാരമുള്ള ഹനനയാഗങ്ങളിൽ ഹോമയാഗങ്ങളിൽ ഞാൻ സംതൃപ്തനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പാ ഇതാ ഞാൻ വരുന്നു, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷവും. നമ്മളതിനെക്കുറിച്ച് ചില ഭാഗങ്ങൾ നേരത്തെ കണ്ടിരുന്നു. ഇത് 40:6 സങ്കീർത്തനം 40:6. മുറപ്രകാരമുള്ള ഹനനയാഗങ്ങൾ. മനുഷ്യനിവിടെ പാപം ചെയ്തിട്ട് പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നത് തിരിയക്കുകളെയും കന്നുകാലികളെയും നാൽക്കാലികളെയും ബലിയർപ്പിക്കുകയാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിന് വെറുതെ ഇരുന്ന ആടും കോഴിയും എന്ത് ചെയ്ത്? ഒന്നും ചെയ്തില്ല. അപ്പോഴുകൊണ്ടാണ് പറയണത്, മുറപ്രകാരമുള്ള ഹനനയാഗങ്ങൾ ഹോമയാഗങ്ങളിൽ ഞാൻ സംതൃപ്തനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പാ ഇതാ ഞാൻ വരുന്നു, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. മനുഷ്യൻ ചെയ്ത പാപത്തിന്, മനുഷ്യൻ അവൻ്റെ ശരീരത്തിൽ ചെയ്ത പാപത്തിന്, ദൈവത്തോട് ചെയ്ത പാപത്തിന് ദൈവം തന്നെ, പുത്രൻ തമ്പുരാൻ തന്നെ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി. പൗലോസ് ലേഖനത്തിൽ ഫിലിപ്പിയർ 2:7 മുറുകെ പിടിക്കുന്ന കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളം കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. ആ ഉയർത്തലാണ് കൃപയെന്ന് പറയുന്നത്. അപ്പൻ്റെ പ്രസാദം കിട്ടുമ്പോൾ ആ ഉയർത്തൽ വരണത്.
പ്രസാദം കിട്ടുമ്പോഴാണ് ഉയർത്തൽ. അപ്പൻ പ്രസാദിച്ചു. അതുകൊണ്ടാണ് ജ്ഞാനസ്ഥാനം സ്വീകരിക്കാൻ വരുമ്പോഴും അപ്പം പറയും, ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ്. ഇതാ എൻ്റെ ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൻ്റെ പ്രസാദത്തിനാണ്. അപ്പോൾ കൃപ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നോട്ട് എ ബ്ലെസ്സിങ്, നോട്ട് എ ഫിസിക്കൽ ഫേവേഴ്സ്, ബട്ട് ദ പവർ ഓഫ് ദി ഓൾമൈറ്റി. ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ശക്തി. ചുമ്മാ കേവല ശക്തിയല്ല, കൃപ സ്നേഹം നിറഞ്ഞ ശക്തിയാണ്. മനസ്സിലായില്ലേ? സ്നേഹം, അതായത് കൃപ എന്ന് പറയുന്നത് എന്താണ്? കേവല ശക്തിയല്ല, പിന്നെ എന്താണ്? സ്നേഹം നിറഞ്ഞ ശക്തി. എന്തിനാണ് ഈ സ്നേഹം നിറഞ്ഞ ശക്തി തരണേ? എന്തിനാ? മറ്റെല്ലാവരെയേക്കാൾ കൂടുതലായി ഞാൻ അധ്വാനിച്ചു, ഞാനല്ല, എന്നിലുള്ള സ്നേഹം നിറഞ്ഞ ഈ ശക്തിയെന്ന്. ദൈവവേദനേ, നിനക്ക് ഈ ധ്യാനത്തിലൂടെ ലഭിക്കാൻ പോയത് എന്താണ്? അമ്മയ്ക്ക് കൊടുത്ത അതേ കൃപയാണ്. കരുത്തോവരെ എന്ന് അമ്മയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? കൃപ നിറഞ്ഞവളെ സ്വസ്തി. അമ്മയ്ക്ക് കൊടുത്ത സ്നേഹം നിറഞ്ഞ ശക്തിയില്ലേ? അതാ മരിയൻ തപസ് കൂടുന്ന ആൾക്കാർ കിട്ടാൻ പോകുന്ന സ്നേഹം നിറഞ്ഞ ശക്തി. എന്തിനാണ് ഈ ശക്തി തരണത്? ഇത് അനുഗ്രഹമല്ല, ബ്ലെസ്സിങ് ഫേവേഴ്സ് അല്ല. ഈ ശക്തി തരണത് എന്തിനാ? അതായത് ഈ ശക്തി ലഭിച്ച് കഴിയുമ്പോൾ മറ്റെല്ലാവരെയും, ഒന്ന് കുറഞ്ഞ 15 മറ്റെല്ലാവരെയും കൂടുതലായി ഞാൻ അധ്വാനിച്ചു. എന്നിട്ടെന്താ പറയണത്? ഞാനല്ല അധ്വാനിച്ചത്, പിന്നെ ആരാണ്? എന്നിൽ ദൈവം ചിന്തിയ സ്നേഹം നിറഞ്ഞ ശക്തി എന്ന്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, സ്നേഹം നിറഞ്ഞ ശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. അങ്ങയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ, ആത്മാക്കളെ വീണ്ടെടുപ്പിനെ അധ്വാനിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ശക്തമായി കൈകളടിക്കാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ശ്രമിച്ച് പാടാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമില്ല. കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമില്ല. കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൈകൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ, യേശുവേ, യേശുവേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതി യേശുവേ ആരാധന യേശുവേ കൈകളടിച്ച് Praise the Lord. Praise the Lord. ഇരിക്കുക. കൃപ എപ്പോഴും ദൈവപ്രവർത്തനങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ എപ്പോഴും കൃപ ചോദിച്ചാൽ കൃപ കിട്ടും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരു വീണ്ടെടുപ്പ് പ്രവർത്തനം ഉണ്ടാകണം. എന്തിനാണ്? ആത്മാക്കളെ വീണ്ടെടുത്ത പ്രവർത്തനം. അതായത് ഒരു മിഷൻ ഉണ്ടായാൽ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു മിഷൻ, കൃപ പെട്ടെന്ന് കിട്ടാനും കൃപ വർദ്ധിക്കാനുള്ള ഒറ്റമൂലി എളുപ്പവഴിയുമാണത്. ഇതാണ് ഒരു വീണ്ടെടുപ്പ് പ്രവർത്തനം ഉണ്ടാകണം. വീണ്ടെടുപ്പ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ഈശോ ക്രൂശിക്കപ്പെട്ട സാഹചര്യം മനുഷ്യൻ്റെ ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. അപ്പോൾ ഈശോ വീണ്ടെടുപ്പിന് വേണ്ടി ഈശോയുടെ വിശുദ്ധമായ രക്തം ഈ ഭൂമിയിൽ വീണ്, ഇനി ഒരു ഈശോ വരാനില്ല, മരിക്കാനുമില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ലോകത്തിന് മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. ആ രക്ഷാനുഭവത്തിലേക്ക് ഇനിയും വരാനുള്ളവരെ കൊണ്ടുവരാനുള്ള ചുമതല ഈശോയുടെ രക്തത്തോട് ഐക്യദാർഢ്യം പുലർത്തണം. നമ്മൾക്ക് സാത്താനുള്ള ഒരു പ്രതികാര നടപടിയായിട്ടാണ് മിഷൻ വരുന്നത്. എന്താണ്? അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആ അറിവിൽ ആഴപ്പെടുത്തുക. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കൃപാവര പ്രവൃത്തിയായി എന്നിൽ അങ്ങ് ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. മറിച്ച് എല്ലാവരെയും എല്ലാവരെക്കാളും കൂടുതലായി ഞാൻ അധ്വാനിച്ചു. ഞാനല്ല എന്നിലുള്ള ദൈവകൃപ എന്ന് 1 കൊറിന്ത്യൻസ് 15:10 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ കൃപ നിഷ്ഫലമായി പോകാതിരിക്കാൻ ആവശ്യമായ പ്രേക്ഷിത വീണ്ടെടുപ്പ് രംഗങ്ങളെ, പ്രവൃത്തികളെ, അധ്വാന മേഖലകളെ എനിക്ക് കാണിച്ചു തരണമേ. അപ്പോഴും നമ്മൾ അധ്വാന മേഖല കണ്ടുപിടിക്കണം. കാര്യം കൃപ അനുഗ്രഹം പോലെയല്ല. അനുഗ്രഹം ആർക്കും കിട്ടും. ഈശോ തന്നെ പറഞ്ഞില്ലേ 5:43 ദുഷ്ടരുടെ മേലും ഞാൻ മഴ പെയ്യിക്കും, ശിഷ്ടരുടെ മേലും മഴ പെയ്യിക്കും. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞാനും കൂടി ഇരുന്നാണ് IELTS എഴുതാൻ പോയത്, അല്ലെങ്കിൽ PSC എഴുതാൻ പോയത്. അവൾക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. എന്നോട് ചോദിച്ചു, ഞാനൊന്നും നോക്കിയിട്ടില്ല, പിന്നെ ഡേറ്റ് വന്നപ്പോൾ എഴുതാണ്ടിരിക്കാൻ പറ്റുമോ, അതുകൊണ്ട് പോവുകയാണ്, വല്ലതും പറഞ്ഞു തരണേ എന്ന് പറയുമ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ട്രിവാൻഡ്രം വരെ അവൾക്കിതെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇതെല്ലാം പഠിച്ചെടുത്തത്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ വല്ല പറഞ്ഞു തരാൻ തരാൻ പറഞ്ഞു. നമ്മൾ റിസൾട്ട് വന്നപ്പോൾ പ്രാർത്ഥിച്ച് നമ്മളും പറഞ്ഞു കൊടുത്ത് നമ്മൾക്കും തോറ്റ്. പ്രാർത്ഥിക്കാത്ത അവളും പഠിക്കാത്ത അവളും ജയിച്ച്. അതോടെ നമ്മുടെ IC അടിച്ചുപോയി. അപ്പോൾ തന്നെ ഇതുപോലെ ചില ചതുപ്പ് നിലങ്ങളിലാണ് നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്നത്. 73:18 സങ്കീർത്തനം പറയും, ഞാൻ നിന്നെ ചതുപ്പ് നിലത്ത് നിർത്തിയിരിക്കണമെന്ന്. ഞാൻ നിന്നെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നത്. അല്ല, വിശ്വാസം വെറുതെ ഓശാരമാർക്ക് ഇങ്ങനെ അടിച്ചു മാറ്റാമെന്നൊന്നും ധരിക്കേണ്ട. എല്ലാം പേയ്മെൻറ്റാണ്. കാര്യം ഇവിടെ പേയ്മെൻറ്റ് കൊടുത്തിരിക്കണ കാരണം വിശ്വാസ പ്രവൃത്തി എല്ലാം പേയ്മെൻറ്റാണ്. യേശുക്രിസ്തു മുമ്പ് ഇത്രയും വിലയില്ലായിരുന്നു ഇവൻ. അതുകൊണ്ട് പൗലോസ് ഇടയ്ക്കൊക്കെ പറയും, പ്ലീസ് ലിസൺ, ബിവെയർ, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന്. എന്താ പൗലോസ് ഉദ്ദേശിക്കണത്? നമ്മുടെ വിശ്വാസം അവൻ്റെ ജീവൻ്റെ വിലയാണെന്നാണ് ഉദ്ദേശിക്കണത്. അതുകൊണ്ട് എപ്പോഴും പേയ്മെൻറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. എന്താ കാര്യം? ഇവൻ വഴി മാത്രമാണ് കൃപയുണ്ടായത്. നേരത്തെ അനുഗ്രഹം ഉണ്ടായിരുന്ന. ഇപ്പോൾ
നമ്മൾ ബൈബിൾ വായിക്കത്തില്ലേ? വായിക്കുമ്പോൾ എന്താ പറയണത്? ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അല്ലേ? എന്നിട്ട് ദൈവം മൃഗങ്ങളെ സൃഷ്ടിച്ചു, ദൈവം മരങ്ങളെ സൃഷ്ടിച്ചു, എന്നിട്ട് ദൈവം അനുഗ്രഹിച്ചു എന്നല്ലേ പറയണത്? ബ്ലെസ്സിങ് ചെയ്തെന്ന്. എന്താണ്? മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം പറഞ്ഞു മനുഷ്യനെയും അനുഗ്രഹിച്ചു. എന്താണ് ചെയ്യണത്? പെരുകി വർദ്ധിക്കുവിൻ, ലോകത്തെ ഭൂമിയെ കീഴടക്കുവിൻ. ബുദ്ധി കൊണ്ടായാലും ശാസ്ത്രം കൊണ്ടായാലും ഇക്കണോമിക്സ് കൊണ്ടായാലും IT കൊണ്ടായാലും ഭൂമിയെ കീഴടക്കാൻ വേണ്ടി ഇത് ഈ അനുഗ്രഹം എല്ലാം ശാസ്ത്രജ്ഞന്മാർക്ക് കിട്ടിയിരിക്കണ എല്ലാം എന്താണ്? ആദ്യം മുതൽ അനുഗ്രഹിച്ച് വിട്ടിരിക്കണതാണ്. ഈ നമ്മൾക്ക് കിട്ടുന്ന എല്ലാ അനുഗ്രഹം, നമ്മളിന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഭൗതിക ആനുകൂല്യങ്ങളും എയ്ൻസ്റ്റീനുണ്ടായാലും എഡിസണുണ്ടായാലും റിലേറ്റിവിറ്റി തിയറി കണ്ടുപിടിച്ചാലും ഇപ്പോഴേ സ്പിൽബർഗ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചാലും എല്ലാ സംഭവവും ആദ്യമേ പറഞ്ഞതാണ്. ദൈവം അനുഗ്രഹിച്ചു, പെരുകി വർദ്ധിക്കുവിൻ, ഭൂമിയെ കീഴടക്കുവിൻ. അനുഗ്രഹം ആദ്യം മുതലുള്ളതാണ്. പക്ഷെ കൃപ പറയുമ്പോൾ ആദ്യം മുതലില്ല. അതാണ് യോഹന്നാൻ പറയണത്, കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായെന്ന് പറയും. യോഹന്നാൻ 1:17 പറയണില്ലേ? കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. അപ്പം ഈ ക്രിസ്തു വഴി എങ്ങനെ ഉണ്ടായെന്നാണ് അച്ഛൻ മുമ്പ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞില്ലേ മത്തായി 12:18. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മുറക്കുപ്രകാരമുള്ള ഹോമയാഗങ്ങൾ ഹനയാഗങ്ങൾ നീ സമൃദ്ധനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പിതാവേ ഇതാ ഞാൻ വരുന്നു, അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എന്താ അങ്ങനെ ഇഷ്ടം? മനുഷ്യൻ ചെയ്ത പാപത്തിന് ദൈവം തന്നെ മനുഷ്യൻ്റെ രൂപത്തിൽ ശരീരത്തിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നു. റോമ 8:11 വായിക്കുമ്പോൾ അവൻ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ആ ശരീരത്തിൽ പാപപരിഹാര ബലിയായി അവൻ എടുക്കപ്പെടുകയാണ് ചെയ്യണത്. അതിനെക്കുറിച്ച് ഐസായ 700 കൊല്ലം മുമ്പ് പറയണത് അവനെ കണ്ടവർ തിരിച്ചറിഞ്ഞില്ല എന്ന്. പിന്നെ ഐസായ പറയും അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടെന്ന് പറയും. കൗണ്ട് വിത്ത് സിന്നേഴ്സ്, അതാണ് അവൻ്റെ. അപ്പം അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നമ്മളും ചിലപ്പോൾ പാപികളുടെ കൂടെ എണ്ണപ്പെടും. അപ്പം അത് അവൻ്റെ ജോലിയാണ്. ഞാൻ മുമ്പ് നിങ്ങൾ പറഞ്ഞില്ലേ 4 തരം പ്രവർത്തനങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? 4 പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ്, അവസാനത്തെ പ്രവർത്തനമാണ് പാപികളുടെ കൂടെ എണ്ണപ്പെടുക എന്ന് പറയുന്നത്. ഐസയ്യാ 53:12 അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു. ഈ കൃപ ലഭിക്കുന്നതിൻ്റെ ഒരു പോംവഴിയാണത്. എന്താണ്? കൃപ അതിൻ്റെ മുന്തിയ നിലവാരത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ശക്തമായ ഫോർമുലയാണ് ഈശോനെ പോലെ പാപികളുടെ കൂടെ എണ്ണപ്പെടുക. അപ്പം നിങ്ങൾ ഓർക്കും പാപികളുടെ കൂടെ എണ്ണപ്പെടുക, വാട്ട് ഡസ് ഇറ്റ് മീൻ? ഞാൻ കഴിഞ്ഞ ധ്യാനത്തിലൊരു കന്യാസ്ത്രീ ധ്യാനിക്കാൻ വന്നു. അപ്പോൾ കന്യാസ്ത്രീ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നത് പറഞ്ഞോ? കുറേ ധ്യാനം നടക്കുന്ന കാരണം ആരോട് എപ്പോൾ പറഞ്ഞൊന്നും വരുന്നില്ല. ഇതിപ്പോൾ നമ്മൾക്ക് ഓരോ ധ്യാനത്തിന് സബ്ജക്റ്റ് നമുക്ക് നേരത്തെ ഇന്നത് ഇപ്പോൾ പറയണമെന്ന് പറയാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കും നമ്മൾ. കുർബാനക്കൊക്കെ കർത്താവ് വരുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഇപ്പം കർത്താവാണ് നമുക്ക് വചനം ഓരോ ധ്യാനത്തിലും തരേണ്ടത്. ഇപ്പം കഴിഞ്ഞ ധ്യാനത്തിൽ ഇപ്പം എന്താ പറയുന്നത്? കൗണ്ട് വിത്ത് സിന്നേഴ്സ്. ഐസയ്യാ 53:12 പറയുകയാണ് പാപികളിലൂടെ എണ്ണപ്പെട്ടു. അങ്ങനെ എണ്ണപ്പെടാൻ നിനക്കൊരവസരം കിട്ടിയാൽ നീ ഈ ഭൂമിയിൽ കൃപ ഒരു മനുഷ്യനെ ആർജിക്കാൻ പറ്റിയ ഏറ്റവും ശക്തമായ, ഏറ്റവും കൂടുതൽ കൃപ ആർജിക്കാൻ പറ്റിയ ഒരു ഫോർമുലയാണ് ഈ കൗണ്ട് വിത്ത് സിന്നേഴ്സ് എന്ന് പറഞ്ഞത്. എന്താ കൗണ്ട് വിത്ത് സിന്നേഴ്സ്? നിങ്ങൾ പലരും ആ പാപികളിലൂടെ എണ്ണപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഉണ്ട്. നിങ്ങളെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ശരിയാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദൈവം വളരെ കാര്യമുള്ള ചെയ്തിരിക്കണമെന്ന്. എന്താ പാപികളിലൂടെ എണ്ണപ്പെടുമെന്ന് ഉദ്ദേശിക്കണത്? ഇപ്പോഴേ ഈശോ ചെയ്ത കാര്യങ്ങളാണതല്ലേ? ഈശോ കൃപ ഇപ്പോഴേ യോഹന്നാൻ 1:17 അനുസരിച്ച് എന്താ പറയണത്? കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായെന്ന് പറഞ്ഞില്ലേ? ആ കൃപ എങ്ങനെ ഉണ്ടായത്? ഈ ഐസയ്യാ 53:12 അനുസരിച്ച് കൊണ്ട് പാപികളുടെ കൂടെ എണ്ണപ്പെടുമ്പോഴുണ്ട്. എന്താണ് പാപികളോട് എണ്ണപ്പെടുന്നത്? നമുക്കെങ്ങനെയാണ് പാപികളോട് എണ്ണപ്പെടാൻ കഴിയണത് എന്ന് പറയണത്? ഒരു ഉദാഹരണം പറയണമെങ്കിൽ കഴിഞ്ഞ ധ്യാനത്തിലൊരു സിസ്റ്റർ ഗ്ലോറിയ, അങ്ങനെ എന്താ സിസ്റ്ററിൻ്റെ പേര്, സിസ്റ്റർ അവർ അവർ ഉടമ്പടി ചെയ്ത് ട്രാൻഡത്ത് കരുതിയാണ്. ഉടമ്പടി ചെയ്ത് 3 പ്രാവശ്യത്തെ ഉടമ്പടി ചെയ്ത് 3 പ്രേയറിന് അവർ വന്നു.
അത് കഴിഞ്ഞിട്ട് അവർ തപസ് വന്ന് കൂടി. അപ്പോൾ ഇത്രയും പേപ്പർ ഉള്ള കയ്യിലുണ്ട്. കാര്യം ഇവിടെ എന്ത് ചെയ്താലും ഉടനെ രേഖ ഉണ്ടാവും. അച്ഛനെ കാണണമെന്നൊക്കെ പറഞ്ഞാൽ ഉടനെ രേഖ ചോദിക്കത്തുള്ളൂ, വേറെ ചോദിക്കത്തില്ല. അപ്പോൾ ഉടമ്പടി പേപ്പറും ഉടമ്പടി ചെയ്തതിൻ്റെ പത്രം, അതാത് ദിവസങ്ങളിൽ അതാത് മാസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതിൻ്റെ കാർഡ്, അതുപോലെ തന്നെ ബരിയൻ തപസ് കൂടിൻ്റെ ബാഡ്ജ് എല്ലാം കൂടി വെച്ചാണ് അവർ. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇനി വരാൻ പറ്റത്തില്ല. അപ്പോൾ തപസ്സിൻ്റെ ഇടയ്ക്ക് അച്ഛന് അത്യാവശ്യം മെസ്സേജ് എടുക്കണം. കാര്യം വെറുതെ ഇന്ന് എല്ലാവരെയും കാണും. മെസ്സേജ് എടുക്കണത് വേറെ വിഷയമാണ്. മെസ്സേജ് എടുക്കണത് നമ്മളൊരു ഇരിപ്പുണ്ട്, അത് വേറെ ഒരു വിഷയമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ സിസ്റ്ററിന് ഇത്രയും പേപ്പർ ഉണ്ട്. അപ്പോൾ സിസ്റ്റർ പക്കയാണല്ലോ. അപ്പോൾ ഞാൻ സിസ്റ്ററിനെ മുറി വിളിച്ച് 5 മിനിറ്റ് കൊടുത്തു. സിസ്റ്റർ മുറി വന്നിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ വിശ്വാസ പ്രമാണം ചെല്ലെന്ന് പറഞ്ഞു. അവർ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന്, അപ്പോൾ ഞാനിങ്ങനെ ബൈബിളിലൊക്കെ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു പ്രായം ചെന്ന് അച്ഛൻ കണ്ണീരോടെ ഇരിക്കണം. വിശ്വാസ പ്രമാണം തീർന്നപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു അച്ഛനെ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. വളരെ മോശമായ രീതിയിൽ അച്ഛൻ്റെ ലൈഫ് സ്പോയിലാക്കിയിട്ടുണ്ട്. അതിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. അപ്പോൾ സിസ്റ്റർ ഉടനെ എടുത്ത വാക്യം പറഞ്ഞു, ഇനി സമാധാനം പറയാൻ നടക്കത്തില്ല അച്ഛന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചിയാണ് ആ പണി കാണിച്ചത്. ഇനി സമാധാനം പറയാൻ നടക്കത്തില്ല, അച്ഛൻ മരിച്ചു പോയച്ചാന്ന് പറഞ്ഞു. അച്ഛൻ കഴിഞ്ഞ ആഴ്ച മരിച്ചു പോയച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചിയോട് പറയണം. ചേച്ചിയില്ല അച്ഛാ, ചേച്ചി വേറെ ജാതി കല്യാണം കഴിച്ച് വിശ്വാസം നഷ്ടപ്പെടുത്തി അവരങ്ങനെ പോയിരിക്കുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം കുടുംബത്തെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക അച്ഛാന്ന് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞ്, നിങ്ങളോടല്ലേ പറഞ്ഞിരിക്കണത് പരിഹാരം ചെയ്യാൻ. ചേച്ചിയുടെ പാപത്തിന് പരിഹാരം നിങ്ങൾ ചെയ്യണം. കാര്യം ചേച്ചി പോയാൽ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. നിത്യതയോളം ഈ കുടുംബത്തിന് ഓഹരി കിട്ടണ്ടേ. നമുക്ക് ഇവിടെ കഴിഞ്ഞ പോണേ കുഴപ്പമില്ലേ? ഇവിടെ കഴിഞ്ഞു പോണേ ക്രിസ്ത്യാനി ആകേണ്ട കാര്യം പോലുമില്ല. നല്ല മനുഷ്യനായില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ എങ്ങനെയും ജീവിച്ചു പോകാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ നല്ല മനുഷ്യനല്ലാത്ത എന്ത് തരികട കാണിച്ചാലും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ നല്ല തന്ത്രപരമായിട്ട് അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മരണം വരെ നിങ്ങൾ ഹൈ ക്ലാസ് ആയിട്ട് നിങ്ങൾ പോകും. ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ എല്ലാവരും അടിച്ചു പിടിച്ച് നടക്കുന്ന ആൾക്കാരെല്ലാവരും അവർക്കെല്ലാം കളികൾ അറിയാവുന്നതുകൊണ്ടാണ് മനുഷ്യൻ്റെ കണ്ണിൽ എങ്ങനെ തന്ത്രപരമായിട്ട് പൊടിയിടാൻ പറ്റുമെന്നൊക്കെ അവർക്കറിയാം. എല്ലാ തരികടയും പരിപാടിയും പൊടിക്കുകയും എല്ലാം അവർക്കറിയാം. അവരെല്ലായിടത്തും ഹൈഫൈ ആണ്, ഒരു കുഴപ്പമില്ല. ഭംഗിയായിട്ട് ഇവിടെ പോകുന്നു. ഇവിടെ പോണതിന് ഒരു കുഴപ്പമില്ല. ഇവിടെ എത്ര പൊട്ടനെയും എത്ര തരികിട കാണിക്കുന്നവനും നല്ല നോബിൾ മാനായിട്ട് ജീവിച്ച് നാട്ടുകാരെ ബോധ്യപ്പെടുത്തി പോകുന്നതിന് ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. പക്ഷേ അതല്ല പ്രശ്നം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എന്തിനാണ്? ഈശോ പറഞ്ഞില്ലേ, പിതാക്കന്മാർ മരുഭവിച്ച് മഞ്ഞ ഭക്ഷിച്ചു, അതുപോലെ ഈ അപ്പം, ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കാൻ. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുക, എന്നിലും ഞാൻ അവനും ജീവിക്കുന്നു. സജീവനായ പിതാവിനെ എന്നെ അയച്ച പിതാവ് മൂലം ഞാൻ ജീവിക്കും. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അപ്പോൾ ഈശോ മൂലം ജീവിക്കാൻ വേണ്ടിയാണ് ഈശോ വന്നത്. അത് നിത്യതയോളമാണ്. അല്ലാതെ ഇവിടെ നാട്ടിൽ ചുറ്റിക്കറങ്ങിയിട്ട് അവസാനം മരിച്ചു പോകണമല്ല. നിത്യത വരെ ജീവിക്കാനാണ് ഈശോ വന്നത്. അപ്പോൾ നിത്യത വരെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? കൃപ വേണം. ശരിക്കും അനുഗ്രഹം മാത്രം പോരാ, കൃപ വേണം. കൃപ ഈശോ വഴിയാണ് ഉണ്ടായത്. അത് യേശുവിൻ്റെ ബലിയിൽ അപ്പൻ്റെ പ്രസാദമാണ്. ഈ പ്രസാദമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതിന് ഏറ്റവും നല്ലത് കൗണ്ട് വിത്ത് സിന്നേഴ്സാണ്. അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു. ഇപ്പം സിസ്റ്ററിൻ്റെ ചേച്ചിയില്ലേ, ലോകാലപരാധിയായിട്ട് പോയ ആളാണ്. അവളെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി ലോകത്തിനും സഭയ്ക്കും ദുർമാർഗം ചെയ്തിട്ട് അച്ഛനെ വേദനിപ്പിച്ച് അച്ഛൻ്റെ ലൈഫ് സ്പോയിലാക്കിയിട്ട് അവളെ പോയിരിക്കുകയാണ്. ഇപ്പം എന്താ ഈശോ പറഞ്ഞിരിക്കണത്? അവളുടെ പാപത്തിന് നീ ഏറ്റെടുക്കണം. അതാണ് പാപികളുടെ കൂടെ എണ്ണപ്പെടണമെന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ പറയല്ലേ, എൻ്റെ ചാച്ച വെള്ളവടിക്കാരനായിരുന്നു, അയാളങ്ങനെ മഹോദരം പിടിച്ച് മരിച്ച്, ഞങ്ങളിപ്പോൾ ഒരോടും പരോടും ഇല്ലാത്തായി. ആ കാണുന്ന സ്ഥലമൊക്കെ മുട്ടായി കാശിന് കൊടുത്തതാണ്. ഇന്നൊക്കെ അതുകൊണ്ട് കോടികളായി. ഞങ്ങൾക്ക് നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടതല്ല. പ്രാക്കപ്പെട്ടവനൊക്കെ മക്കളാട് ജനിച്ചാൽ ഇങ്ങനെ വരും. അപ്പനെ പറയണേ കാര്യം ശരിയാണ്, അവർ പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ അത് നീ കൃപ എന്താണെന്ന് അറിയണതിന് മുമ്പുള്ള നിൻ്റെ ചിന്തയാണത്. കാര്യം മറ്റുള്ളവർ കാണിച്ചു പോയ പല അപരാധങ്ങളും പല തോന്നിവാസങ്ങളിലും ബലിയാടുകളാണ് നമ്മളാ ഇല്ലേ? ഇപ്പം ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചില കിട്ടണ ചെറുക്കന്മാരെ കണ്ണും കൈയും കാണിച്ചു പോകണത് എന്താണ്? ഞാൻ പറഞ്ഞു, ഇടി നീ കണ്ണും കൈയും കാണിച്ചൊക്കെ അവനെ ഒതുക്കിയെടുത്തല്ലേ, നീ വല്ലതും അറിഞ്ഞ അവൻ്റെ ചരിത്രം ഒന്നും അറിയാനൊന്നുമില്ല അച്ഛാ.
വീട്ടിൽ ജീവിക്കണേക്കാൾ നല്ലതാണ്, വളരെ ഭക്ഷണങ്ങളും കിട്ടുമല്ലാന്ന്. അത് അവൾക്കറിയാൻ ചെയ്യണ തെറ്റാണെന്ന്. കാര്യം അവൾ മടുത്തി നിറയാൻ പിടിച്ച കുടുംബത്തിൽ കിടന്ന് മടുത്തതിന് ശേഷമാണ് കിട്ടിയവൻ്റെ എന്താണ് കാര്യം? അപ്പൻ 45-ാമത്തെ ദിവസത്തിൽ തന്നെ മരിച്ചു. അപ്പനും അമ്മയും കൂടി ജീവിതകാലം മുഴുവൻ തമ്മിലടിയായിരുന്നു. കാര്യം അപ്പൻ്റെ വെള്ളവടിയും തോന്നിവാസവും കാരണം ഒരു സമാധാനം അമ്മക്ക് കിട്ടിയിട്ടില്ല. അത് കാരണം പെറ്റകാലം മുതൽ അമ്മ സമാധാനം അനുഭവിക്കാത്ത കാരണം ആ സമാധാനം ഒന്നും ഇവക്കും കിട്ടിയിട്ടില്ല. വരച്ചിട്ട് അടിയും വീട്ടിലെ പ്രശ്നവും തോന്നിവാസവും ഒക്കെ എന്തിനാണ് ഇങ്ങനെ നരകിച്ച് ജീവിതം തന്നെ ഇങ്ങനെ നരകിച്ചിരിക്കുകയാണ്. അപ്പോഴെന്ത് അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിൻ്റെ കുത്തഴിഞ്ഞ അവസ്ഥ അനുഭവിക്കുന്ന ആരാണ്? നമ്മളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പനെയും അമ്മനെയും പ്രാഗിക്കാണ് ജീവിക്കണത്. ഇപ്പം ഈശോ ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. എന്താ പറയണത്? കൃപയുടെ വാതിലാണത്. എന്താ പറയണത് അറിയാവാ? കൗണ്ട് വിത്ത് സിന്നേഴ്സ്. നിൻ്റെ അപ്പനും അമ്മയും നിന്നെ വേദനിപ്പിച്ചും നരകജീവിതം നയിപ്പിച്ചും നിന്നെ നശിപ്പിച്ചതാണ്. അവരുടെ അപരാധമാണ് നീ പേരണത്. ബെയർ വിത്ത് മീ എന്ന്. എൻ്റെ കൂടെ നീ അതെടുക്കാൻ. ഞാനും ഇത് തന്നെ ചെയ്തതെന്ന്. ഞാനും ഇത് തന്നെ ചെയ്തത്. ആ കന്യാസ്ത്രീനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് പഠിപ്പിക്കണത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പഠിപ്പിക്കാൻ പറ്റത്തില്ല. എൻ്റെ ത്രോട്ടിന് തൈറോയ്ഡ് പ്രോബ്ലം ഉള്ള കാരണം എനിക്ക് നശിച്ച പണി എനിക്ക് അരിച്ചവാ. ഞാൻ പിന്നെ നിവർത്തിയില്ലാത്ത സഭയുടെ നിയമം കാരണം ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇത്രയും നാൾ കൊണ്ടു നടന്ന് ഇനി എനിക്ക് വയ്യച്ച, ഞാൻ നിർത്തി രാജിവെക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനാണ് അവൾ സിസ്റ്റർ എന്നെ കാണാൻ വേണ്ടി വന്നത്. അപ്പം ഞാൻ ഉടനെ ഈശോ പറഞ്ഞു, ഈശോ സിസ്റ്റർ ഇങ്ങനെ പറയണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ഈശോ എൻ്റെ മനസ്സിൽ നിൽക്കണേ. അതായത് ഈ സിസ്റ്ററിന് ഇഷ്ടമില്ലെന്നല്ലേ പറഞ്ഞത് ഈ ജോലി. അപ്പോൾ ഉടനെ ഈശോ തിരിച്ച് പറയണേ, അവളോട് പറ ഞാൻ ഇഷ്ടമില്ലാത്ത ജോലിയാണ് ചെയ്തതെന്ന്. എനിക്കത് ഇഷ്ടമില്ലായിരുന്നു. ഞാൻ ചോര വീർത്ത് അപ്പയുടെ കാലക്കെട്ടി വീണ് കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ട് അപ്പ പറഞ്ഞു, നിനക്ക് നിൻ്റെ ഇഷ്ടമാണെങ്കിൽ നിൻ്റെ ഇഷ്ടം. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനൊരു വിലയില്ലല്ലോ. അപ്പം ഞാൻ അപ്പയോട് പറഞ്ഞു, അപ്പ ഇല്ല, അപ്പ കുരിശത്ത് തൂങ്ങി മരിച്ചാൽ വേണ്ടില്ല, അപ്പാൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പം ചില കാര്യം നമുക്കിഷ്ടമില്ലാതിരിക്കും. കല്യാണം കെട്ടിച്ചെന്ന് വീട്ടിലാകാം, വീട്ടിലെ ആൾക്കാരാകാം, ഭർത്താവിൻ്റെ സ്വഭാവമാകാം, ഭാര്യയുടെ സ്വഭാവമാകാം, നമുക്കിഷ്ടമില്ലാണ്ടിരിക്കും. ഇഷ്ടമില്ലാത്തത് നമ്മൾ എടുക്കുന്നത് ആരുടെ പേരിലാണ്? ഇവൻ്റെ പേരിലാണ്. ഇതാണ് കൗണ്ട് വിത്ത് സിന്നേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗ്രേസ് എന്ന് പറയുന്നത് 22 ക്യാരറ്റ് ഗ്രേസാണ് വരണത്. ഇതിൻ്റെ ഒപ്പം ഗ്രേസ് വേറെ ഒന്നും കിട്ടത്തില്ല. ഇതൊരു അധ്വാനമാണ്. മറ്റെല്ലാവരെയും കാരണം ഞാൻ അധ്വാനിച്ചു, ഞാനല്ല, എന്നിലുള്ള കൃപ. ഈ കൃപയെ ഈ ഇഷ്ടമില്ലാത്ത സാധനം ഇതിന് ഈശോയുടെ സമപ്രവൃത്തി എന്നാണ് പറഞ്ഞത്. ക്രിസ്തു സമപ്രവൃത്തി, സൽപ്രവൃത്തിയല്ല. സൽപ്രവൃത്തി ചെയ്യാൻ നമ്മൾ ആരും ബാധ്യസ്ഥനല്ല. മനസ്സിലായ? പ്രത്യേകിച്ച് ക്രിസ്ത്യാനി സൽപ്രവൃത്തി ചെയ്യാൻ ഒരു ബാധ്യതയുമില്ല. എന്താ കാര്യം? സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാവുന്നതാണ്. ബൈബിളിൽ തന്നെ 4 പ്രവൃത്തികളാണ്. ഒന്നെന്താ പറയണത്? ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഐസയ 64:6 അതായത് പാപിയുടെ സൽപ്രവൃത്തി. എന്താ അതിനെക്കുറിച്ച് പറഞ്ഞത്? സൽപ്രവൃത്തികളെ തന്നെ ബൈബിൾ കുറേ തിരിക്കുന്നുണ്ട്. പാപിയുടെ സൽപ്രവൃത്തി അതിനെന്താ പറയണത്? അത് ഐസയ 64:6 പറയണത് അത് ഋതുവായ സ്ത്രീയുടെ മലിന വസ്ത്രം പോലെയാണെന്ന്. പ്രവൃത്തികളെയും വസ്ത്രവും ബൈബിളിൽ ബൈബിളിന് ഇഷ്ടമുള്ള വാക്കാണ്. പ്രവൃത്തിയും വസ്ത്രവും. ഈ വസ്ത്രം എന്ന് പറയണത് ആദ്യം ദൈവം പാപം ചെയ്തപ്പോൾ മനുഷ്യനെ ഉടുപ്പിച്ചതല്ലേ. വസ്ത്രം അങ്ങനെയാണല്ലോ ബൈബിളിൽ കയറി വരണത്. ഈ വസ്ത്രം അവസാനം വരെ വരുന്നുണ്ട് 19:8 വിശുദ്ധരുടെ നിർമ്മലമായ പ്രവർത്തികളെ സൽപ്രവർത്തി. അതേ വിശുദ്ധരുടെ ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വെളിപാട് 19:8 ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തിയാണ്. അപ്പോൾ വസ്ത്രം പോകുന്നില്ല. നമ്മൾ കൃപയെ വസ്ത്രം എന്നാണ് പറയണത്. നിത്യതയും നമ്മൾ ദൈവമായിട്ട് ഉടുത്ത് ജീവിക്കണത് ഈ വെള്ള വസ്ത്രമാണ്. മരിപ്പിനൊക്കെ വെള്ള വസ്ത്രം എടുത്തില്ലേ? ജ്ഞാനസ്ഥാനത്ത് വെള്ള വസ്ത്രം കൊടുക്കണില്ലേ? ഇത് വിശുദ്ധരുടെ സൽപ്രവൃത്തിയുണ്ട്, അവിശുദ്ധരുടെ സൽപ്രവൃത്തിയുണ്ട്. വസ്ത്രം എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. കൃപയിൽ നിന്നാണ് വസ്ത്രം ഉണ്ടാകുന്നത്, അല്ലാതെ അനുഗ്രഹത്തിൽ നിന്ന് വസ്ത്രം ഉണ്ടാകത്തില്ല. ആത്മാവിൻ്റെ വസ്ത്രമാണ് കൃപ. അതിനാണ് വെള്ള വസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് 2 വസ്ത്രമുണ്ട്. അവിശുദ്ധരുടെ സൽപ്രവൃത്തിയുണ്ട്, അതാണ് മലിനമായ വസ്ത്രം. അതാണ് ഐസയ 64:6
പാപികളുടെ സൽപ്രവൃത്തികൾ, അതാണ് അഭിഷിക്തരുടെ സൽപ്രവൃത്തികളെ ബൈബിൾ വിളിക്കുന്നത് എന്താണ്? മലിനമായ വസ്ത്രമെന്നാണ്. വിശുദ്ധരുടെ സൽപ്രവൃത്തിയുണ്ട്. വിശുദ്ധരുടെ സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രവൃത്തി, കൃപാവര പ്രവൃത്തിയാണത്. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളെ ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് വിഷയമാണ്? മറ്റെല്ലാവരെയും കാലം നമ്മൾ അധ്വാനിച്ചു, ഞാനല്ലേ എന്നിലുള്ള ദൈവകൃപയെന്ന് പറഞ്ഞില്ലേ? അതൊന്ന് കൊരിന്ത്യർ 15:10 പറഞ്ഞില്ലേ? ആ അധ്വാനിക്കാനുള്ള അധ്വാനം എന്താണ്? വിശുദ്ധരുടെ സൽപ്രവൃത്തിയാണ്, പാപികളുടെ സൽപ്രവൃത്തിയല്ല. പലതരത്തിലുള്ള പ്രവൃത്തികൾ. ഇപ്പോൾ ലയൺസ് ക്ലബ്ബുകാർ അവർ വീൽ ചെയർ കാണിച്ചു കൊടുക്കണില്ലേ? മമ്മൂട്ടി ഹാർട്ട് വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് ഹാർട്ട് കൊടുക്കണില്ലേ? അമൃതാനന്ദമയി വീട് വെച്ച് കൊടുക്കണില്ലേ? ഇതെല്ലാം സൽപ്രവൃത്തിയാണ്, പക്ഷേ കൃപാവര പ്രവൃത്തിയല്ല. എന്താ കാര്യം? ഇതിൻ്റെ പിന്നിലെല്ലാം ഒന്നെങ്കിൽ അവരുടെ സെൽഫ് എസ്റ്റീമോ, ചിലപ്പോൾ അവർ നല്ല മനുഷ്യനെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാൻ ചെയ്യുക. മാനുഷികമായ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു ദൈവികമായ ലക്ഷ്യം ചിലപ്പോൾ കാണത്തില്ല. ഇനി ദൈവിക ലക്ഷ്യം ഉണ്ടായാലും കാര്യമില്ല. എന്താ കാര്യം? ക്രിസ്തു കേന്ദ്രീകമായ ലക്ഷ്യം വേണം. യേശുവിൻ്റെ നാമത്തിൽ 10:42 എന്താ പറയണത്? മത്തായിയുടെ സുവിശേഷം, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുത്തതെങ്കിൽ ഞാനതിന് പ്രതിഫലം നൽകും. കാര്യം എന്താ? കൃപ അവൻ വഴി ഉണ്ടായതാണ്. യേശുക്രിസ്തു വഴി യേശുക്രിസ്തു നാമത്തിന് മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ് കൃപാവര പ്രവൃത്തി. കാര്യം എന്താ? കൃപ അവൻ വഴി ഉണ്ടായത്. കൃപ ലഭിക്കണമെന്ന് പറയുമ്പോൾ അനുഗ്രഹം ചോദിക്കരുത്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ സാരി ഒരാളിന് കൊടുത്തു, അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? ഒന്നുമില്ലെങ്കിൽ അടുത്ത ആഴ്ച കുർബാനയ്ക്ക് പോകാൻ നേരത്ത് കൂട്ടെങ്കിലും കിട്ടുമല്ല എന്ന് പറയുന്നില്ലേ? അപ്പം തന്നെ ആ പ്രവർത്തനം സൽപ്രവൃത്തിയായി, കൃപാവര പ്രവൃത്തി അല്ലത്. കൃപാവര പ്രവൃത്തിക്ക് റിട്ടേൺസ് ഒന്നും ഇല്ല. ഇതാ ഞാൻ വരുന്നു, എൻ്റെ പ്രതിഫലവും കൊണ്ട് വരുന്നു പറഞ്ഞില്ലേ? ആ കൃപാവര പ്രവൃത്തിക്ക്, സൽപ്രവൃത്തിക്ക് മനുഷ്യൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. കൃപാവര പ്രവൃത്തിക്ക് ദൈവത്തിന് മാത്രം പ്രതിഫലമാണ്. കൈ അടിച്ചു കർത്താവ് വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ 4 പ്രവൃത്തികളെ കണ്ടു. ഇതിലേത് പ്രവൃത്തി ചെയ്യണമെന്ന് തീരുമാനിക്കണം. കൃപ നിൽക്കാനും കൃപ വളരാനും. കൃപയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേയ് മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നാൽ കൃപ നിറഞ്ഞവളെ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ലൂക്ക 1:28. ഇപ്പം കൃപ കാൽഭാഗമുണ്ട്, അരഭാഗമുണ്ട്, മുക്കാലുണ്ട്, കംപ്ലീറ്റ് ഉണ്ട്. കൃപ ഇങ്ങനെ വളരണതാണ്. അപ്പം നമ്മൾ ഓരോ പ്രവൃത്തിയും കൃപാവര പ്രവൃത്തി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന് നാമമഹത്വത്തിന് വേണ്ടി, ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി നമുക്ക് ഭൗതികമായ ആനുകൂല്യം കിട്ടുന്നത് ലക്ഷ്യമാക്കാതെ ഈശോ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ്, ദൈവമഹത്വം മാത്രം കരുതിക്കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് കൃപാവര പ്രവൃത്തി. അതാണ് നിർമ്മലമെന്ന് പറയണം, മലമില്ലാത്തത്, അഴുക്കില്ലാത്തത്. മറ്റത് അഴുക്കിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ ഇല്ലേ? അഴുക്ക ആയ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? പാപികളുടെ സൽപ്രവൃത്തികൾ മലിന വസ്ത്രം പോലെയാണെന്ന് പറഞ്ഞില്ലേ? ഐസയ 64:6 അതിന് വെളിപാടിപ്പം തിരുത്തണ 19:8 വിശുദ്ധരുടെ സൽപ്രവൃത്തികൾ നിർമ്മലമാണെന്ന്. നിർമ്മലം എന്ന് വെച്ചാൽ വേറെ ഉദ്ദേശമൊന്നുമില്ല. വിശുദ്ധർക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പങ്ക് ലഭിക്കുക. പത്രോസ് കഴുകാൻ പോയപ്പോൾ കഴുകണ്ടെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ കഴുകണം, കഴുകിയില്ലെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന എനിക്ക് പങ്കുണ്ടാവത്തില്ലെന്ന്. വിശുദ്ധൻ്റെ പങ്കാരാണ് കർത്താവ് യേശുക്രിസ്തു മാത്രം. കൈയടിച്ച് കർത്താവ് യേശുക്രിസ്തുവിൽ ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. യേശുക്രിസ്തുവിൽ ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. സ്വയം ഭോജ്യമായി നൽകിയ സ്നേഹിതരോട് നിത്യം വസിച്ചിടുവാൻ. സ്വയം ഭോജ്യമായി നൽകിയ നിത്യം വസിച്ചിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്
12 മണി വരെ റെസ്റ്റാണ്. 7 മിനിറ്റ് ഉണ്ട്. പുറത്ത് പോയി ഫ്രഷായിട്ട് വരാം. അഭിഷേക ആരാധന ആരംഭിക്കുകയാണ്. കൃപ അഭിഷേകം നടക്കണം ഇനിയാണ്. ഇനിയുള്ള ആരാധനയ്ക്കാണ് കൃപാഭിഷേകം സംഭവിക്കുന്നത്. അതുകൊണ്ട് ദയവായി എല്ലാവരും എഴുന്നേക്കണം. എല്ലാവരും പുറത്ത് പോകണം. ഒന്ന് നടന്നിട്ട് ജസ്റ്റ് വെള്ളം കുടിച്ചിട്ട് വരിക. സംസാരിക്കരുതേ, മൊബൈൽ എടുക്കരുതേ.